നമസ്കാരം. മലപ്പുറം ജില്ലയിലെ തെക്കൻ കുറ്റൂർ ശ്രീ പഴയടത്ത് ക്ഷേത്രത്തിൽ ഈ ഒരു സപ്താഹ യജ്ഞശാലയിലേക്ക് ഏവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ 3-ാം ദിനത്തിലെ 2ാമത്തെ പ്രഭാഷണ ഭാഗത്തിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിക്കുന്നത്. അപ്പോൾ ഇന്ന് കാലത്ത് ഋഷഭയോഗിയുടെ കഥയാണ് നാം കേട്ടത്. അവസാനം ശിവദേവര് പറയും ചെയ്തു, മുക്തി ദദാതി കർഹിച്ചത് സ്മരണ ഭക്തിയോഗം. ഈ മുക്തി, മോക്ഷം ഭഗവാൻ എല്ലാവർക്കും കൊടുക്കും, കാണുന്നവർക്കൊക്കെ ഈ മോക്ഷം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഭക്തി അങ്ങനെയല്ല. അത്ര എളുപ്പത്തിലൊന്നും ആർക്കും ആ ഭക്തിയെ ഭഗവാൻ കൊടുക്കാറില്ല. നല്ലോണം ഒരച്ച് മാറ്റി നോക്കിയിട്ട് മാത്രമേ ഭക്തിയെ കൊടുക്കാറുള്ളൂ. ഹനുമാനെ പോലെ ആയിട്ട് മാറണം, സുഗ്രീവനെ പോലെ ആയിട്ട് മാറണം, വൃന്ദാവനത്തിലെ ഗോപീജനങ്ങളെ പോലെ ആയിട്ട് മാറണം. എങ്കിൽ മാത്രമേ ആ ഭക്തിയെ പ്രദാനം ചെയ്യുന്നുള്ളൂ. ശ്രദ്ധിക്കുക, ഈ ഋഷഭദേവന്റെ മൂത്ത മകനാണ് ഭരതൻ. ഭരതന്റെ ഭരണത്തെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. കാരണം അച്ഛനായിരിക്കുന്ന ഋഷഭദേവൻ എങ്ങനെയാണോ ഈ രാഷ്ട്രത്തെ ഭരിച്ചത്, അതേപോലെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതെയായിരുന്നു ഈ ഭരതന്റെ ഭരണം ഉണ്ടായിരുന്നത്. വാർദ്ധക്യ ലക്ഷണം കണ്ടു തുടങ്ങിയ ഉടനെ അങ്ങറ്റം വരെ എത്താനൊന്നും ഈ ഭരതൻ കാത്തുനിന്നില്ല. തന്നില് ഈ വാർദ്ധക്യ ലക്ഷണം കണ്ടു തുടങ്ങി എന്ന് മനസ്സിലായപ്പോൾ ഈ ഭരതൻ എന്താ ചെയ്തു വെച്ചാൽ, തൻ്റെ മൂത്ത മകനായിരിക്കുന്ന സുമതിയെ വിളിച്ചു. സുമതിച്ച അതിശ്രേഷ്ഠമായ ബുദ്ധിയുടെ ഉടമയാണ്. അപ്പോൾ സുമതിയെ വിളിച്ചു. രാജ്യത്തിന്റെ അധികാരം, ഭാരതത്തിന്റെ അധികാരം കണ്ട് അദ്ദേഹത്തിന് കൈമാറി. ഭരതൻ എല്ലാം ഉപേക്ഷിച്ചു. അച്ഛൻ പോയ വഴിക്ക് പോവാ, എല്ലാം ഉപേക്ഷിച്ചു, കാട്ടിലേക്ക് അങ്ങോട്ട് പോയി. അങ്ങനെ അദ്ദേഹം എത്തിച്ചേർന്നത് ചക്രനദിയുടെ തീരത്താണ്. ഗണ്ഡകി എന്നൊരു പേര് കൂടി ആ നദിക്കുണ്ട്. ഇന്നത്തെ നേപ്പാളിലാണ് ആ സ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒരു ആശ്രമമൊക്കെ ആയിട്ട് താമസായി. ഒരു ബന്ധവും ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് എല്ലാം ഉപേക്ഷിച്ച് ഇദ്ദേഹം കാട്ടിൽ പോയത്. പക്ഷെ പ്രാരബ്ധമൊന്നും ആരെയും അത്ര എളുപ്പത്തിൽ വിട്ടൊഴിയില്ല. ഒടുക്ക അദ്ദേഹത്തിന് ഒരു ബന്ധമുണ്ടായി. ആരായിട്ടാ? മാനായിട്ട് ബന്ധമുണ്ടായി. അതും ഒരു കഥയാണ്. ഒരിക്കൽ ഇദ്ദേഹം കുളിക്കാൻ പോയ സമയത്ത് ഇദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് ഗർഭിണിയായിരിക്കുന്ന ഒരു മാൻ വന്ന് വെള്ളം കുടിക്കുന്നു. ഈ മാനിനെ കണ്ടിട്ടാ തോന്നുന്നുണ്ട് ഒരു സിംഹം മറുകരയെന്ന് ഒന്ന് ഗർജിച്ച് ഒരു ചാട്ടം ചാടി. അപ്പൊ ഈ മാനാകേണ്ട പേടിച്ചുപോയി. ആ ഞെട്ടല്ല മാൻ അങ്ങോട്ട് പ്രസവിച്ചു. ഈ തള്ളമാൻ ഒഴുക്കിലും പെട്ടു, ഈ ചോരക്കുഞ്ഞ് ഭരതന്റെ കയ്യിലും പെട്ടു. ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ഭരതന്റെ മനസ്സ് സമ്മതിച്ചില്ല. നൊന്ത് പ്രസവിച്ച ഒരമ്മ എങ്ങനെയാണോ ഈ കുഞ്ഞിനെ നോക്കി വളർത്തിയെടുത്ത് കൊണ്ടുവരിക, അതേപോലെയായിരുന്നു ഭരതൻ ഈ മാൻകുട്ടിയെ വളർത്തിയത്. ഓരോരോ ദിവസം കഴിയുന്തോറും ഈ മാനിനോടായി അടുപ്പം കൂടുതൽ അടുപ്പായി. അങ്ങനെ ക്രമത്തിൽ എന്ത് സംഭവിച്ചു? ഇദ്ദേഹത്തിന്റെ തേവാരത്തിന് മുടക്കം സംഭവിക്കാൻ തുടങ്ങി. അവസാനം ഇദ്ദേഹത്തിന്റെ ആയുസ് ഒടുങ്ങാണ്. ആയുസ് ഒടുങ്ങി, മരണം വന്ന് വാതുക്കൽ വന്ന് വിളിച്ചു. അപ്പോഴേക്ക് ഇദ്ദേഹത്തിന് സങ്കടം, ഞാൻ മരിച്ച എൻ്റെ കുട്ടിക്ക് ആരാ ഉണ്ടാവുക? അങ്ങനെ ഈ മാനിനെ തന്നെ വിചാരിച്ച് ആ ജന്മം അങ്ങോട്ട് കഴിഞ്ഞു. എന്തൊന്ന് വിചാരിച്ച് മരിക്കുന്നുവോ അതായിട്ട് തീരണം. അടുത്ത ജന്മം ഇദ്ദേഹം ഒരു മാനായിട്ട് വന്നു. പക്ഷെ പൂർവ്വജന്മ സ്മരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ പൂർവ്വജന്മ സ്മരണ ഉണ്ടായതിനാല് ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ പഴയ ആശ്രമം കണ്ടുപിടിച്ചു. അത്യത്ഭുതം എന്ന് മാത്രമേ പറയാവൂ. പഴയ ആശ്രമം കണ്ടുപിടിച്ചു. ഉണങ്ങിയ പുല്ല് മാത്രം കഴിക്കുക, കുറെ വെള്ളം കുടിക്കുക. മാനിന്റെ ശരീരമാണെങ്കിലും തികഞ്ഞ ഒരു സന്യാസ ജീവിതമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അങ്ങനെ മാനിന്റെ ആയുസ്സും അങ്ങോട്ട് ഒടുങ്ങി. ബ്രഹ്മചിന്തനത്തോടു കൂടിയിട്ടാണ് അദ്ദേഹത്തെ അങ്ങോട്ട് ഉപേക്ഷിച്ചത്. ഈ ബ്രഹ്മചിന്തനത്തോടു കൂടി ശരീരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അടുത്ത ജന്മം ഒരു ബ്രാഹ്മണനായിട്ടാണ് വരുന്നത്. അങ്കിരസ് ഗോത്രത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണൻ. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ട്. ഒന്നാമത്തെ ഭാര്യയിൽ 10 ആൺകുട്ടികളാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. പിന്നെ ഒരു കല്യാണം കൂടി അദ്ദേഹം കഴിച്ചു. അതിൽ ഒരു പെൺകുട്ടി ആദ്യം ഉണ്ടായി. ഒരു 15-16 വർഷം കഴിഞ്ഞിട്ട് ഒരു ഉണ്ണി ഉണ്ടായി. ആ ഉണ്ണിയായിട്ടാണ് ഈ ഭരതൻ വന്നത്. ഈ ഭരതൻ ജനിച്ച അന്ന് ഒരു പ്രതിജ്ഞ എടുത്തു.
സ്വയം ഒരു തീരുമാനത്തിലെത്തി, ആരോടും മിണ്ടില്ല. എന്നുവെച്ചാൽ വല്ലവരെയും കണ്ട് ഈ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാലാണ് ഈ ബന്ധങ്ങളും അതൊടുക്കം ബന്ധനങ്ങളിലും ചെന്ന് കലാശിക്കുന്നത്. അപ്പൊ ജീവിതത്തില് ഇപ്പൊ നമ്മളൊക്കെ ആരായിട്ടും ബന്ധം വെക്കണ്ട എന്ന് ഉള്ളോണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താ വേണ്ട അറിയോ പ്രിയപ്പെട്ടവരെ? ആരെ കണ്ടാലും ചിരിക്കാൻ നിൽക്കരുത്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. വല്ലവരെയും കണ്ട വെറുതെ മുഖത്ത് നോക്കി ചിരിക്കും. അപ്പൊ ഇങ്ങോട്ട് ചോദിക്കും, നിങ്ങൾ ആരാ, എപ്പോഴയോ കണ്ട പോലെയുണ്ട്. അവിടെ നിന്ന് കണ്ട് തുടങ്ങും. ഇങ്ങനെ തുടങ്ങി ഓരോന്ന് പറഞ്ഞ് അവസാനം എന്തെങ്കിലും അടുത്തൊരു ബന്ധുവായിരിക്കും അവിടെ, എന്തെങ്കിലും ബന്ധം അവിടെ ഉണ്ടാവുകയും ചെയ്യും. കുടുങ്ങിയില്ലേ? ഇനി അതൊന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? വലിയ പ്രയാസം. അപ്പോൾ തമ്മിൽ ഭേദം എന്താ വെച്ചാൽ ആരെയും ആരെ കണ്ടാലും ചിരിക്കാനോ വർത്തമാനത്തിനോ നിൽക്കാൻ പാടില്ല. ഇതാരെ പഠിപ്പിക്കണത്? ഭരതനെ പഠിപ്പിക്കണതേ. അപ്പോൾ അച്ഛനമ്മമാർക്ക് വിഷമാവില്ലേ ഈ ഉണ്ണി മിണ്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ? അവസാനം അച്ഛൻ്റെ ധർമ്മമാണ് മകന് ഉപനയനം കഴിക്കാനുള്ളത്. ഉപനയനം കഴിച്ചു. ഗായത്രി ജപിക്കാൻ വാ തുറന്നാലല്ലേ ഈ ഗായത്രി ജപിക്കുക? വാ തുറന്ന് നിൽക്കുന്നില്ല. പക്ഷേ ഭരതനെ സംബന്ധിച്ച് ഒരു ഗായത്രി ജപത്തിൻ്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. സദാ ജ്ഞാനസ്വരൂപിണിയായിരിക്കുന്ന ഗായത്രി ദേവി അകത്തങ്ങനെ പ്രകാശിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം എന്താ വേറെ വേണ്ടത്? പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാൻ ആർക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വിഷമത്തോടു കൂടിയിട്ടാണ് ആ അച്ഛനമ്മമാരുടെ കാലം കഴിഞ്ഞത്. പിന്നെ ഏട്ടന്മാരുടെ ഭരണം. ഏട്ടന്മാർക്കുണ്ടോ ഒരു താല്പര്യം? ആ ഉണ്ണിയോട് വലിയ താല്പര്യമൊന്നും ആ ഏട്ടന്മാർക്ക് ഉണ്ടായിരുന്നില്ല. ഈ ഏട്ടന്മാര് ഉള്ള പണിയൊക്കെ എടുപ്പിക്കും. ഏട്ടന്മാര് മാത്രമല്ല, കണ്ട നാട്ടുകാരും ഈ ഭരതനെ വിളിച്ച് ഓരോരോ പണിയെടുപ്പിക്കും. ഈ ഭരതന് ഒരു പ്രത്യേകതയുണ്ട്. ആരെന്ത് പറഞ്ഞാലും മടി കൂടാതെ ചെയ്യും. പക്ഷെ പറഞ്ഞ പണി മാത്രമേ എടുക്കുള്ളൂ. ഇപ്പം എന്തെങ്കിലും തലയ്ക്ക് വെച്ച് കൊടുത്തിട്ട് അവിടെ കൊണ്ടുവയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കൂടെ പോയിട്ടില്ലെങ്കിൽ ഇദ്ദേഹം കാല് പോകുന്ന ഒഴിക്കാണ്ട് പോകും. ഒരു വാഴ നടാൻ ഒരു കുഴി എടുക്കണം എന്ന് പറഞ്ഞാൽ ഒരാൾ അടുത്തില്ലാക്കിയ ഇദ്ദേഹം ഇങ്ങനെ കുഴിച്ച് ചിലപ്പോൾ പാതാളം വരെ എത്തിയെന്ന് വരിക. അപ്പോൾ ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടാവണം. അതാണ് ഈ ഭരതന്റെ പ്രത്യേകത. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഈ നാട്ടുകാർ കണ്ട ലാഭം എന്താ വെച്ചാൽ കൂലി കൊടുക്കണ്ട, പഴങ്കഞ്ഞിയോ ചീഞ്ഞ പച്ചക്കറിയോ കാടിവെള്ളോ ഇതൊക്കെ കൊടുത്ത അമൃത പോലെയാണ് ആ മഹാത്മാവ് അത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസം ഏട്ടന്മാർ പറഞ്ഞു, നീ ഇങ്ങനെ വെറുതെ ഈ നാട്ടുകാർക്ക് പണിയെടുത്ത് തുടരുക. ഇവിടെ തന്നെ വേണ്ടത്ര, നമ്മുടെ കുടുംബത്തിൽ തന്നെ വേണ്ടത്ര പണിയുണ്ട്. ഇന്ന് നിന്നെ ഞങ്ങളിതാ ഏൽപ്പിക്കുകയാണ്, പാടത്ത് പോയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു. എന്താ ഈ കാട്ടുപന്നി വന്ന് ഇവിടെയൊക്കെ നശിപ്പിക്കുകയാണ്. അപ്പൊ ഈ ഭരതനെ ഏൽപ്പിച്ച പണി എന്താ വെച്ചാൽ പാടത്ത് പോയിട്ട് നിൽക്കുക, പന്നി വരുന്നുണ്ടോ നോക്കണം എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഏൽപ്പിച്ച പണി മാത്രമേ എടുക്കുള്ളൂ. ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ നേരെ പാടത്ത് പോയി അവിടെ ഒരു വരമ്പത്ത് കൈ ഇങ്ങനെ രണ്ടും പരത്തി നോക്കുകുത്തിയെ പോലെ കണ്ണു പൂട്ടാതെ പാടത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. പന്നി വരുന്നുണ്ടോ നോക്കണം. പന്നി വരുന്നുണ്ടോ നോക്കി. പന്നികൾ വരും ചെയ്യും, പോവുകയും ചെയ്യും. പക്ഷേ ഈ ഭരതൻ എവിടെയാണോ ഉള്ളത് അവിടെ പൊന്ന് വിളയും, നല്ല തേജസ്സാണ് അത്രേ. അക്കാലത്ത് ഒരു ചണ്ടാള രാജാവ് ഉണ്ടായിരുന്നു അവിടെ. ആ നാട്ടിൽ ഒരു ചണ്ടാള രാജാവ്. ഇയാളാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് 70 കൊല്ലം മറ്റായത്രേ. മക്കളൊട്ടായിട്ടുമില്ല. ഈ വിവാഹം കഴിഞ്ഞ് 10-70 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ വിദ്വാൻ ചിന്തിക്കുന്നത് ഇനി സന്താനം ഉണ്ടാവാൻ ഇപ്പം എന്താ ചെയ്യാന്ന്. അപ്പോൾ ഏതോ ഒരു ജ്യോതിഷിയോട് പോയിട്ട് ചോദിച്ചു. അങ്ങോട്ടാണെന്ന് വെച്ചാൽ ചെറിയൊരു വികടത്വം പറഞ്ഞു കൊടുത്തു. ഇവിടെ അടുത്തൊരു കാളിക്ഷേത്രമുണ്ട്, ഒരു നരനെ പിടിച്ച് വെട്ടിയാൽ മതി, എന്നാൽ സന്താനം ഉണ്ടാകുന്നത്. അവിടുത്തെ യുക്തി നോക്കണം. ഒരു സന്താനത്തെ കിട്ടാൻ മറ്റൊരു സന്താനത്തെ ഇല്ലാതാക്കി തീർക്കണം എന്നാ. ഇദ്ദേഹം എവിടെയോ പോയിട്ട് ഒരാളെ പിടിച്ചു കൊണ്ടുവന്നു, കാളിക്ഷേത്രത്തിൽ കൊണ്ട് കെട്ടി. കഷ്ടകാലം എന്ന് പറയണോ നല്ല കാലം എന്ന് പറയണോ, ആ ആളവിടെ നിന്ന് ചാടിപ്പോയി. അപ്പോൾ ഈ രാജാവിന് ദേഷ്യം. പകരം ഒരാൾ വേണ്ടേ? ആരെയും ഇപ്പോൾ പകരമായിട്ട് കിട്ടുക? ഈ ഭടന്മാരോട് പോയിട്ട് അന്വേഷിക്കാൻ പറഞ്ഞു. ഒരാളെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളിൽ ഒന്നിനെ പിടിക്കുന്നുള്ള ഒരു ഉറപ്പാണ്. ഇവർക്കാകെ ജീവനിൽ ആർക്കായാലും പേടിയുണ്ടാവും. ഇതിൽ ഒരു സംഘം പോയത് ഈ പാടത്തു കൂടെയാണ്. അവർ കണ്ടു, നല്ല നിലാവെളിച്ചത്തിൽ നോക്കുകുത്തിയെ പോലെ നിൽക്കണ ആ ഭരതനെയായിട്ട് കണ്ടു. സന്തോഷമായി. ഇനി അതിലപ്പുറം സന്തോഷമാവാനില്ല. നല്ല തടിയുണ്ട്, നല്ല പൊക്കുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. ഈ കാടിവെള്ളമൊക്കെ കുടിച്ചുള്ള ആരോഗ്യമാണ്. നല്ല ആരോഗ്യമുണ്ട്. പിടിച്ചു വലിച്ചു. നല്ല അനുസരണയുള്ള കുട്ടിയെ പോലെയാണ് ഭരതൻ അവരുടെ കൂടെ ഇങ്ങോട്ട് പോയത്. രാജാവിന് സന്തോഷമായി. ചാടിപ്പോയ ആളേക്കാൾ വണ്ണവും പൊക്കൊക്കെ ഉണ്ട്.
ഈ രാജകിങ്കരന്മാര് എന്ത് ചെയ്തു വെച്ചാൽ ഈ ഭരതനെ പുഴയിൽ കൊണ്ടിട്ടു. ആദ്യം നദിയിലങ്ങോട്ട് കൊണ്ടിട്ടു. വെള്ളത്തിൽ കുറച്ച് പൊതരട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. വെള്ളത്തിൽ കൊണ്ടിട്ടു. ചകിരിയെടുത്ത് നന്നായിട്ട് ഒരച്ചാണ്ട് കുളിപ്പിച്ചു. അതെന്താ? കുളിച്ചിട്ട് കുറേ കാലമായി. പണ്ടൊന്നും അമ്മയുള്ളപ്പോൾ അമ്മയ്ക്ക് വേണ്ടി കുളിപ്പിച്ചതല്ലാതെ ഈ അമ്മയുടെ കാലശേഷം തന്നെ ആരും കുളിപ്പിച്ചിട്ടൊന്നുമില്ല. തനിക്കാണിച്ച് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ കുളിക്കുക, വസ്ത്രം ധരിക്കുക, അലങ്കാരങ്ങളൊക്കെ ചെയ്യുക, ഇതൊക്കെ ആർക്കാ വേണ്ടത്? ദേഹബോധമുള്ളവർക്കേ വേണ്ടൂ. ഇതൊക്കെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഇവിടെ ബാധകമല്ല. ആ തലത്തിലെത്തിയ മഹാത്മാവാണ് ഈ ഭരതൻ എന്ന ഈ ഒരു യോഗി, ഈ മഹായോഗിയായിരിക്കുന്ന ഈ ഭരതൻ. അദ്ദേഹത്തിൻ്റെ മഹത്വം അന്നത്തെ കാലത്ത് വിരലിലെണ്ണാവുന്നവർ മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. നോക്കുക, അവസാനം ഒരു ചുവന്ന പട്ടുടുപ്പിച്ചു, ഒരു ചെമ്പരത്തിയുടെ മാല കഴുത്തിൽ അങ്ങോട്ട് ചാർത്തി കാളിക്ഷേത്രത്തിൽ കൊണ്ടുവന്നു. അതാ തറയിലങ്ങോട്ട് കിടത്തി. പൂജാരിമാര് ശ്രീലകം തുറന്ന് വാളക്കെടുത്ത് ഉറഞ്ഞുതുള്ളി ഓരോന്ന് വിളിച്ചു പറഞ്ഞ് അടുത്ത നിമിഷം ആ ഭരതന്റെ കഴുത്തില് കത്തി വീഴും എന്ന് കണ്ടപ്പോൾ ശ്രീലകത്തിരിക്കുന്ന അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. പെട്ടെന്നൊരു ഇടിമുഴക്കം ഉണ്ടായത്. വിഗ്രഹം ചീന്തി 2 കഷ്ണമായി. അതാ ആയിരക്കണക്കിന് കൈകളോട് കൂടിയിട്ട് സാക്ഷാൽ ഭദ്രകാളി അവിടെ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. ഈ ഭരതന്റെ കഴുത്ത് വെട്ടാൻ നിന്നവരുടെ കഴുത്ത് ആദ്യം കണ്ട് വെട്ടി. ആ തലകളെ കൊണ്ട് ശിരക്കന്തുകലീലയാ, പന്ത് കളിക്കുന്ന പോലെ തട്ടി അങ്ങോട്ട് കളിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഭരതന്റെ മുഖത്തേക്ക് നോക്കും. എന്തെങ്കിലും ഈ ഉണ്ണി പറയണ്ടോ? എന്ത് പറയാൻ? ഒന്നും പറയുന്നില്ല. എന്നൊരു നന്ദി പറയണ്ടേ? എന്തിനാ? അതിൻ്റെ ആവശ്യമില്ല. അവസാനം പ്രഭാതാവാറായ സമയത്ത് ഈ ഭദ്രകാളി ദേവി ആ നൃത്തമൊക്കെ തൽക്കാലം അവിടെ നിർത്തിവെച്ചു. പതുക്കെ ഭരതൻ്റെ അടുത്ത് ഒന്നിരുന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒന്ന് തലോടി. എവിടെയെങ്കിലും ഈ ഉണ്ണിക്ക് വേദനയായിട്ടുണ്ടോ? അമ്മയുടെ വാത്സല്യമാണ്. ഒന്ന് തലോടി. ഭരതൻ്റെ ഈ മുട്ടി ഇങ്ങനെ പിടിച്ച് തലയൊന്ന് പൊന്തിച്ചു. ഒന്നിങ്ങനെ ആ ഭരതൻ നോക്കി. ആ കാളിയമ്മയുടെ മുഖത്തേക്ക് ഭരതൻ നോക്കി. നിർവികാരമായിട്ട് ആ ഭരതൻ്റെ നോട്ടം. ആ നോട്ടത്തിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ പരാക്രമമൊക്കെ കഴിഞ്ഞു, എന്നാൽ പോയിക്കോളും. അല്ലാണ്ടപ്പോൾ വേറെ പണിയൊന്നുമില്ല അവിടെ. പരാക്രമമൊക്കെ കഴിഞ്ഞാൽ പോയിക്കോളും. സന്തോഷമായി. ആ കാളി ഭഗവതിക്ക് നല്ല സന്തോഷമായി. തലയ്ക്ക് കൈവച്ച് നന്നായിട്ട് അനുഗ്രഹിച്ചു. ഭദ്രകാളിയുടെ അനുഗ്രഹം കിട്ടിയവർ ആരും മോശക്കാരായിട്ടില്ല. അകത്താരാ പുറത്താരാ ചോദിച്ച ഒരാളുണ്ട് കൊണ്ട്. കാളി ഭഗവതിയുടെ അനുഗ്രഹം നന്നായിട്ട് കിട്ടിയതാ കാളിദാസൻ. തെനാലി രാമൻ എന്നൊരു കഥാപാത്രമുണ്ട്. കാളി ഭഗവതി മുമ്പിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ട സമയത്ത് പൊട്ടി ചിരിക്കുകയായിരുന്നത് കളിയാക്കി കൊണ്ട്. അപ്പോഴാ കാളി ഭഗവതി ചോദിച്ചത്, എന്തിനാ എന്നെ കളിയാക്കണത്? അല്ല, ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നേ, ഈ ഒരു മൂക്കിൽ ജലദോഷം വന്നു കഴിഞ്ഞാൽ ഞാൻ ആകെ കഷ്ടപ്പെടാറുണ്ട്. അവിടത്തേക്ക് 1000 മൂക്കിൽ ഒരുമിച്ച് ജലദോഷം വന്നപ്പോൾ എന്താ ചെയ്യാന്ന്. അപ്പോൾ നന്നായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം കാളി ഭഗവതിയുടെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അവരാരും മോശക്കാരാവില്ല. ഭരതനെ നന്നായിട്ട് അനുഗ്രഹിച്ചു ഈ കാളി ഭഗവതി. അവിടെ നിന്നിട്ട് എഴുന്നേറ്റു. ഈ ക്ഷേത്രത്തിൽ വെച്ച് തൻ്റെ പ്രാരബ്ധം കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. ഇല്ല, ഇനിയും ജീവിക്കാൻ കുറേ ബാക്കിയുണ്ടെങ്കിൽ എന്നാൽ അതിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് ഈ ഭരതൻ അവിടെ നിശ്ചയിച്ചു. അങ്ങനെ കാല് പോകുന്ന വഴിക്കാണ് അദ്ദേഹം നടന്നത്. അങ്ങനെ നടന്ന് പടിഞ്ഞാറൻ ദിശ നോക്കിയിട്ടാണ് അത്ര അദ്ദേഹം നടന്നത്. വടക്ക് പടിഞ്ഞാറ് ദിശ നോക്കിയിട്ടാണ് അദ്ദേഹം നടന്നത്. അങ്ങനെ നടന്ന് എത്തിപ്പെടുന്നത് സിന്ധു സൗവീരം എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യത്തിലാണ് എത്തിപ്പെട്ടത്. ഇന്ന് ആ നാട്ടുരാജ്യമാണ് പാകിസ്ഥാൻ എന്നറിയപ്പെടുന്നത്, സിന്ധു നദിയുടെ തീരത്ത്. അവിടെ വെച്ചിട്ട് മഹാരാജാവായ അവിടുത്തെ രാജാവായിരിക്കുന്ന രഘുഗണനായിട്ട് ഒരു ബന്ധം ഉണ്ടാവുന്നുണ്ട്. അവർ തമ്മിലൊരു സംവാദം ഉണ്ടാവുന്നുണ്ട്. അതും പഠിക്കേണ്ടതാണ്. എന്താ വെച്ചാൽ ഇദ്ദേഹം സംസാരിക്കാൻ കഴിവില്ലാത്ത ആളല്ല. നമ്മൾ സമൂഹത്തിൽ ശ്രദ്ധിക്കേണ്ടത് അധികം സംസാരിക്കാത്തവരെയാണ്. ഏത് സമയത്തും ചറ പറ വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും. അവരൊരു 4 വാക്ക് അധികം പറഞ്ഞു വെച്ചിട്ട് ഒരു മഴയും ഇവിടെ പെയ്യാനില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമ്മൾ സമൂഹത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആരെയാണെന്നറിയോ? അധികം മിണ്ടാത്ത ആൾക്കാരുണ്ടാവും. അവർ വല്ലപ്പോഴേ സംസാരിക്കുള്ളൂ. പക്ഷെ ആ പറയണതിൽ നിന്ന് ധാരാളം പഠിക്കാനുണ്ടാവും. ഇപ്പം രാമായണത്തിൽ ഒരു കുംഭകർണൻ എന്നൊരു കഥാപാത്രമുണ്ട്. സംസാരിക്കാത്ത ആളാണ്. സംസാരിക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, സമയമില്ലാത്തതുകൊണ്ടാണ്, ഉറക്കായതുകൊണ്ടാണ്. പക്ഷെ അദ്ദേഹം വല്ലപ്പോഴും എണീക്കും. എന്നിട്ട് പറയണതാണെങ്കിൽ ശുദ്ധമായ വേദാന്തം. രാമായണത്തിലൊക്കെ കാണാം.
ഒരു 6 മാസം കൂടുമ്പോൾ ഒതുക്കുന്ന എണീറ്റ് രാവണന്റെ മുമ്പിലോട്ട് വന്നു. എന്നിട്ട് ആ പകുതി ഉറക്കത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട്. നല്ലതും തീയതും താനറിയാത്തവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകയിലും നന്ന് അല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു. പറഞ്ഞു. ഇനി 6 മാസം കഴിഞ്ഞിട്ട് വരുള്ളതാണ്. പക്ഷെ പലപ്പോഴും വന്നാൽ ഇങ്ങനത്തെ ഓരോ വർത്താനം പറയാം. അപ്പോൾ സമൂഹത്തില് ഇങ്ങനെയുള്ള ആൾക്കാരെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അവരിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ ജീവിതത്തിലേക്ക് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഒന്ന് പഞ്ചമസ്കന്ധത്തിലെ 10-ാമത്തെ അധ്യായം തുറന്നു വയ്ക്കും. ശ്രദ്ധിക്കുക. പഞ്ചമസ്കന്ധത്തിൽ 10-ാമത്തെ അധ്യായം. ഇവിടെ കാളി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരിക്കുന്ന ഭരതൻ എന്ന ആ മഹായോഗി അദ്ദേഹം പോണത് എങ്ങട്ടാ? സിന്ധു ദേശത്തേക്കാണ് ഈ യാത്ര ചെയ്യുന്നത്. അപ്പോഴാണ് അധ സിന്ധു സൗവീരപതേ രഘുഗണസ്യ വ്രജഇക്ഷുമത്യാസ്തതേ തൽകുലപതിന ശിഖാവാഹ പുരുഷാന്വേഷണ സമയേ ദൈവേനോപസാദിതഃ സ ദ്വിജവര ഉപലബ്ധ ഏഷ വീവ യുവാ സംഹനനാംഗോ ഗോഖലമധുരം വോഢമലമതി പൂർവവിഷ്ടഗൃഹീതൈഃ സഹഗൃഹീത പ്രസഭമദർഭ ഉവാഹ ശിഖാം മഹാനുഭാവ. പല്ലക്കില് കപിലവാസുദേവരെ അന്വേഷിച്ചു പോവുക. ഈ വിദ്യ പഠിക്കാൻ പോകുന്നവര് ഒരു തരത്തിലുള്ള ഭോഗവസ്തുക്കൾ കാണുകയോ അനുഭവിക്കുകയോ അരുത്. എങ്കിൽ ആ വിദ്യാഭ്യാസം അവിടെ പൂർത്തീകരിക്കാൻ പറ്റില്ല. ഇദ്ദേഹം പോണതെങ്ങനെയാ? സർവവിധ രാജകീയ ലക്ഷണങ്ങളോട് കൂടിയിട്ട് പല്ലക്കിൽ വാദ്യഘോഷത്തോട് കൂടിയിട്ടാണ് പഠിക്കാനായിട്ട് പോണത്. ഈ പല്ലക്കെടുക്കാൻ 4 ആൾ വേണം. അതിൽ ഒരാൾക്ക് എന്തോ പെട്ടെന്ന് വയ്യാണ്ടായി. ഇനി പകരം ആരെയും കിട്ടുക? ഈ പല്ലക്കെടുക്കാൻ ആരെയും കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല, ആരോഗ്യമുള്ള ആളിനെ വേണം. ആരെയും കിട്ടാച്ച് നോക്കി. അപ്പോഴാണ് സിന്ധു നദിയുടെ തീരത്ത് കാലിങ്ങനെ നീട്ടി കൈ ഇങ്ങനെ പിന്നിൽ കുത്തി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഭരതനെ കണ്ടത്. ഈ രാജകിങ്കരന്മാര് ആ ഭരതനെ പിടിച്ചു വലിച്ചു എന്ന് മാത്രമല്ല, പല്ലക്കിന്റെ ഒരു തണ്ടെടുത്ത് ചുമലത്ത് വെച്ചു കൊടുത്തു. നടന്നോളൂ എന്ന് പറഞ്ഞു. നടക്കാനും തുടങ്ങി. പക്ഷെ ചെറിയൊരു കുഴപ്പം. സാധാരണ മലയാളത്തിൽ നോക്കി നടക്കണം എന്ന് പറയും. അങ്ങനെ നോക്കി നടക്കുന്ന ഒരു കഥാപാത്രത്തെ നമുക്ക് ഇവിടെ കാണാം. അത് ഈ ഭരതനാണ്. ഇദ്ദേഹത്തിന്റെ നടത്തത്തിന്റെ പ്രത്യേകത വെച്ചാൽ താഴോട്ട് നല്ലോണം നോക്കും. വല്ല ഉറുമ്പനെ കണ്ട ചിലപ്പോൾ അവിടെ നിൽക്കും. ഒരു പുഴുവിനെ കണ്ട ചിലപ്പം കണ്ട് ചാടി തരും. എന്താ വെച്ചാൽ ഒരു പ്രാണിയെ പോലും വേദനിപ്പിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ്. ശ്രദ്ധിക്കാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പല്ലക്കൊക്കെ എടുക്കുന്ന സമയത്ത് 4 പേര് ഒരേ താളത്തിൽ നടക്കണം. അപ്പോഴേ ആ യാത്രികന് ഒരു സുഖം ഉണ്ടാവണം. ഇതിപ്പോ ഒരാള് പെട്ടെന്ന് നിൽക്കുക, ചാടുക, അപ്പൊ എന്തായി? അപ്പൊ ഒന്നും ആവാനില്ല. ഇതിനകത്തിരിക്കുന്ന ആൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥയും. ഈ രാജാവിനാണ് വെച്ചാൽ നല്ല ദേഷ്യം, നല്ല ചുണ്ടിക്കാരനാണ് ഈ രാജാവ്, ചുണ്ടിക്കാരനാണ്. അപ്പൊ ഈ രാജാവ് ഒച്ചയെടുത്തു. അപ്പൊ രാജകിങ്കരന്മാര് പറഞ്ഞു, ഞങ്ങളുടെ കുഴപ്പമില്ല മഹാരാജാവേ, പുതിയൊരാള് ഈ പല്ലക്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ട്, അങ്ങോട്ട് ഈ പല്ലക്കെടുക്കാനൊന്നും അറിയില്ല എന്ന് തോന്നണത്. അപ്പൊ രാജാവ് നോക്കി, ആരെ പുതിയൊരാള് ഈ പല്ലക്കെടുക്കാനായിട്ട് വന്നിരിക്കുന്ന ഈ പുതിയ ആളാരാ? മോശക്കാരനല്ല, തടിയുണ്ട്, പൊക്കുണ്ട്, ആരോഗ്യമുണ്ട്. അപ്പൊ ഈ രാജാവ് കളിയാക്കി, നല്ലോണം അങ്ങോട്ട് കളിയാക്കി. കഷ്ടം, അഹോ കഷ്ടം, ഭ്രാതർ വ്യക്തമൊരു പരിശ്രാന്തോ ദീർഘമധ്വാനമേക ഏവൂഹിവാൻ സുചിരം യാതി പീവ ന സംഹനനാംഗോ ജലസാചോപദ്രുതോ ഭവാൻ സഖേ നോ ഏവാപര ഏതേ സംഘട്ടിന ഇതി ബഹുവിപ്രലബ്ധോപ്യ വിദ്യയാ രചിതദ്രവ്യഗുണകർമാശയാ സുതമരകളേഭരേ വസ്തുനി സംസ്ഥാന വിശേഷേഹം മമേന്യധ്യാരോപിതം മിഥ്യാപ്രത്യയോ ബ്രഹ്മഭൂതസ്തൂഷ്ണി ശിഖികാം പൂർവവധുവാഹ. കഷ്ടം എൻ്റെ സഹോദരാ എന്ന് വിളിച്ചു. അതന്നെ അവിടെ തന്നെ പരിഹാസത്തിന്റെ ഒരു ധ്വനിയുണ്ട് എന്നാണ്. എന്താ വെച്ചാൽ വെറുതെ ഈ വഴി കൂടി പോകുന്ന ഒരാളെ
ഏട്ടാ ചേച്ചി എന്നൊന്നും വിളിക്കാൻ പാടില്ല. വെറുതെ ഇങ്ങനെ ആരെങ്കിലും വഴി കൂടി പോണ സമയത്ത് വെറുതെ അവരെ അതെ ചേട്ടാ ചേച്ചി അമ്മായി ഇങ്ങനെയൊന്നും വിളിക്കരുതെന്നാ. അതിനൊക്കെ ചില നിയമങ്ങളുണ്ട്. അങ്ങനെ വിളിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അതൊരു പരിഹാസം തന്നെയാണത്. കഷ്ടം എൻ്റെ സഹോദര, നീ വല്ലാതെ മെലിഞ്ഞിരിക്കണമല്ലോ എന്ന് പറയാം. നല്ല തടിച്ച ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ഓ നിങ്ങളൊന്നും കഴിക്കാറില്ല അല്ലേ, നിങ്ങൾ മെലിഞ്ഞിട്ടാ അല്ലേ, മെലിഞ്ഞിരിക്കണമല്ലോ എന്ന് പറഞ്ഞാൽ അത് വേറൊരു അർത്ഥത്തിലല്ലേ ഈ പറയണത് അല്ലേ. നീ വല്ലാതെ മെലിഞ്ഞിരിക്കണം, നിനക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ടല്ലേ, നീ ഒരുപാട് യാത്ര ചെയ്തു അല്ലേ, ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. പെട്ടെന്ന് രാജാവിന്റെ ഭാവം അങ്ങോട്ട് മാറി, ദേഷ്യം നല്ലോണം അങ്ങോട്ട് കയറി. അവസാനം പറഞ്ഞു, നിനക്ക് ഞാൻ ആരാന്ന് മനസ്സിലായില്ല, ഞാൻ ഇവിടുത്തെ ചക്രവർത്തിയാണ്, ഞാൻ പറയുന്നത് നീ അനുസരിക്കുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ തന്നെ നേരെയാക്കും. ഹേ ജീവക്ഷവമേ. ഇത്രയും കേട്ടപ്പോ ഭരതന് തോന്നി താൻ ഇന്നേ വരെ ആരോടും സംസാരിച്ചിട്ടില്ല, ജനിച്ച അന്ന് മുതൽ ഇന്നേ വരെ ആരോടും മിണ്ടിയിട്ടില്ല, പ്രായാണിച്ചത്ര ആയിട്ടുണ്ട്, ആരോടും സംസാരിക്കേണ്ടി വന്നിട്ടില്ല, തോന്നിയിട്ടുമില്ല. പക്ഷേ ശുദ്ധനായിട്ടുള്ള ഒരാളായത് ലേശ അഹങ്കാരമുണ്ട്. ആ അഹങ്കാരം ഒന്ന് തീർത്താൽ ഇദ്ദേഹത്തെ എത്തിക്കാൻ പറ്റും അവിടെ എന്ന ബോധം ആ ഭരതൻ്റെ ഉള്ളിലുണ്ടായി. ജീവിതത്തിൽ ഒരാളോടാണ് ഭരതൻ ഇങ്ങനെ തോന്നിയത്, ഒരു വാത്സല്യം തോന്നിയത്. അതും തന്നെ ധിക്കരിച്ച് തന്നെ കൊണ്ട് ചുമടെടുപ്പിച്ച് തന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞ, അനാവശ്യം പറഞ്ഞ ഈ രാജാവിനോട് ഒരു വാത്സല്യം തോന്നി. ഇദ്ദേഹത്തെ നേരെയാക്കാൻ പറ്റും എന്നൊരു തോന്നല് ഈ ഭരതൻ്റെ ഉള്ളിലുണ്ടായി. ഭരതൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, രാജാവേ, എന്തൊക്കെയാണ് പറഞ്ഞത് എന്നതിനെക്കുറിച്ച് അങ്ങേക്ക് വല്ല ധാരണയും ഉണ്ടോ? ഈ ദേഷ്യം വന്ന എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ഈ വിളിച്ചു പറഞ്ഞ സമയത്ത് എന്തൊക്കെയാ പറഞ്ഞത് വലിയ ബോധമൊന്നും ഉണ്ടാവില്ല. അങ്ങ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ത്വയോത്തിതം വ്യക്തമവിപ്രലബ്ധം ഭർത്തുസമേസ്യാദ്യതി വീരഭാര ഗന്ധുർയതി സ്യാത് അധിഗമ്യമധ്വാ പീവേതരാജോ നമിതാം പ്രവാദ. എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, തല്ലുന്നും ജീവച്ഛവമേന്നും ഇങ്ങനെ പല പല കാര്യങ്ങളാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. എന്നാ അങ്ങേക്ക് അറിയാൻ വേണ്ടിയിട്ട്, അങ്ങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയണു. അടുത്ത ശ്ലോകം നോക്കൂ. സ്ഥൗല്യം കാർഷ്യം ആധയ വ്യാധയശ്ച ക്ഷുത്രിട്ട് ജരാ ക്ഷുത്രിട്ട് ഭയം കലീച്ഛ ജരാച നിദ്രാരതി മന്യുരഹം മതശുചോ ദേഹേന ജാതസ്യ ഹി മേ ന സന്തി. ഇവിടെ ഭേദം പറഞ്ഞെന്ന് വെച്ചാൽ ഈ തടിക്കുക, ഈ മെലിയുക, വിശക്കുക, ദാഹിക്കുക, ക്ഷീണം ഉണ്ടാവുക, ഇതൊക്കെ ആർക്കാ? ഇതൊക്കെ ശരീരത്തിനാണ്. അതേപോലെ ദേഷ്യം ഉണ്ടാവുക, കാമം ഉണ്ടാവുക, അസൂയ ഉണ്ടാവുക, സ്നേഹം ഉണ്ടാവുക, ഇതൊക്കെ ആർക്കാന്ന് വെച്ചാൽ ഇത് മനസ്സിനാണ്. ഞാനെന്ന് പറയുന്നതായ ഒരു സത്യമുണ്ട്. ഞാനെന്ന് പറയുന്നതായിരിക്കുന്ന ഈ സത്യമാവട്ടെ, ഇത് ശരീരമല്ല, ഇത് മനസ്സുമല്ല. ഇത് രണ്ടും അല്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യവും എന്നെ ബാധിക്കുന്നില്ല. പിന്നെ അങ്ങ് ദേഷ്യം വന്നിട്ട് എന്നെ വിളിച്ചു ജീവച്ഛവമേ എന്നൊക്കെ പറഞ്ഞു. ചെറിയൊരു തിരുത്ത് പറഞ്ഞു തന്നാൽ വിഷമാവില്ലല്ലോ. അതാ ഒരു തിരുത്ത് അവിടെ. ജീവൻ ഇന്നേ വരെ ശവം ആയിട്ടില്ല, ശവം ഇന്നേ വരെ ജീവനും ആയിട്ടില്ല. അപ്പൊ ഇത് തമ്മിൽ പൊരുത്തമില്ലാത്തതാണ്. പിന്നെ ജനിക്കുക മരിക്കുക എന്നത് പ്രകൃതിയുടെ നിയമമാണ്. അത് നാം ഓരോരുത്തരും ആ നിയമത്തിന് വിധേയവുമാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ അടുത്തതായിട്ട് അങ്ങ് പറഞ്ഞിരിക്കണം എന്താ വെച്ചാൽ തല്ലി നേരെയാക്കുന്നൊക്കെയാണ് പറഞ്ഞത്. വെറുതെ ഒരാളെ തല്ലുന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് അക്രമമാണ്. ആർക്കും ആരെയും തല്ലി നേരെയാക്കാൻ സാധിക്കില്ല. ഉന്മത്തമത്ത ജഡവത് സുസംസ്ഥാം ഗതസ്യമേ വീര ചികിത്സിതേന അർത്ഥക്രിയാൻ ഭവതാ ശിക്ഷിതേന സ്തബ്ധപ്രമത്തസ്യ ച പിഷ്ഠപേഷ. 13ാമത്തെ ശ്ലോകം ഒന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ
ശ്രീമദ് ഭാഗവതം പറഞ്ഞത് ആർക്കും ആരെയും തല്ലാനും നേരെയാക്കാനും ഒന്നും സാധിക്കില്ല. അതിന് കാരണം പറയണ്ട. അപ്പൊ സ്വതവേ നേരെയുള്ള ഒരാളാണ് ഞാനെന്ന് വെക്കുക, മനസ്സിലാവുണ്ടോ? നേരെയുള്ള ഒരാളാണ് ഞാനെങ്കിൽ അവിടെ തല്ലേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇനി കേട് വന്ന ഒരാളാണ് ഞാനെന്ന് വെക്കുക, എന്നാൽ തല്ലേണ്ട കാര്യമുണ്ടോ? എന്നാലും തല്ലേണ്ട കാര്യമില്ല, ഞാൻ നന്നാവാനും പോണില്ല. അപ്പൊ നേരെയുള്ള ആളാണെങ്കിലും തല്ലണ്ട, കേട് വന്ന ആളാണെങ്കിലും എന്നെ തല്ലണ്ട. അങ്ങീ തല്ലി നന്നാക്കുന്നൊക്കെ പറഞ്ഞത് ഏതുപോലെയാന്ന് വെച്ചാൽ പിഷ്ടപേഷ. ആ ശ്ലോകത്തിലെ അവസാനത്തെ വാക്ക് നോക്കൂ, പിഷ്ടപേഷ. നല്ല അർത്ഥമാണ്. പിഷ്ടപേഷ എന്ന് പറഞ്ഞാൽ ആ ശബ്ദം കൊണ്ട് അർത്ഥാക്കുന്നത് അരച്ചതിനെ അരച്ചതുപോലെ, ചവച്ചതിനെ ചവയ്ക്കുന്നത് പോലെ. ഈ അരച്ചതിനെ വീണ്ടും വീണ്ടും അരയ്ക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇതുപോലെയാണ് അങ്ങയുടെ വാക്കുകള്. ഏതായാലും സമയം കളയണ്ട, നമുക്ക് ലക്ഷ്യത്തിലെത്തണ്ടേ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ ഭരതൻ ആ പല്ലക്കെടുത്ത് സ്വന്തം ചുമലത്തേക്ക് വെക്കാനായിട്ട് ഭാവിക്കുമ്പോഴാണ് മഹാരാജാവ് ഈ സംസാരിക്കുന്ന ആളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയത്. ഈ രാജാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ അത് സാധാരണ ഒരാളായിരിക്കില്ല. ലേശൊരു മനോധൈര്യമുള്ള ഒരാൾക്ക് മാത്രമേ അത് ചക്രവർത്തിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് സാധിക്കുള്ളൂ. ശുകദേവർ പറഞ്ഞു, പരീക്ഷത്തെ ഏതാവതനുവാദ പരിഭാഷയ പ്രത്യുദീര്യ മുനിവര ഉപശമശീല. ആ ഭരതന്റെ ഗുണങ്ങൾ അതൊക്കെ. ഉപശമശീല ഉപരതാൻ ആത്മനിമിത്ത ഉപഭോഗേന കർമാരബ്ധം വ്യപനയൻ രാജയാനം അഭി തഥോവാഹ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ക്ഷമയോടുകൂടി ശാന്തചിത്തനായിരിക്കുന്ന ആ ഭരതനാവട്ടെ ആ പല്ലക്കെടുത്ത് ചുമല് വെക്കാനായിട്ട് ഭാവിച്ചു. മഹാരാജാവ് കണ്ടു ആ ഭരതനെ, നന്നായിട്ട് സൂക്ഷിച്ചു നോക്കി. സചാപി പാണ്ഡവേയ, ഹേ പാണ്ഡവേയ. ആരി പാണ്ഡവേയൻ? പരീക്ഷത്തിന് അഭിസംബോധന ചെയ്യാം. പാണ്ഡവേയ. അവിടെ സിന്ധു സൗവീരപതി, ആ സിന്ധു സൗവീരം എന്ന രാഷ്ട്രത്തിന്റെ പ്രതി നാഥനായിരിക്കുന്ന ആ രഘുഗണൻ ആവട്ടെ തത്വജിജ്ഞാസായാം സമ്യക് ശ്രദ്ധയാ അധികൃതാധികാര തത്ഹൃദയ ഗ്രന്ഥിമോചനം ദ്വിജവച ആശ്രുത്യ ബഹുയോഗ ഗ്രന്ഥസമ്മതം ത്വരയാ അവരുഹ്യ ശിരസാ പാദമൂലം ഉപശ്രുത ക്ഷമാപയം വിഗത നൃപദേവസ്മയ ഉവാച. കുറച്ച് ദൈർഘ്യമുള്ളതുകൊണ്ട് അത്ര പെട്ടെന്ന് അങ്ങോട്ട് നിർത്താനൊന്നും പറ്റില്ല. എന്താ വെച്ചാൽ ഈ പഞ്ചമത്തിന്റെ ഘടന എങ്ങനെയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞെന്താ വെച്ചാല് ആ സിന്ധു സൗവീരപതിയായിരിക്കുന്ന ആ രഘുഗണൻ കൂടുതൽ അറിയണം, ജ്ഞാനമാർഗം അന്വേഷിക്കുന്ന ഒരു വ്യക്തി ആയതിനാല് ഈ ഭരതന്റെ വാക്കുകൾ കേട്ടപ്പോ എന്തെന്നില്ലാത്ത ശ്രദ്ധ, നല്ലൊരു ശ്രദ്ധ അദ്ദേഹത്തിന്റെ ഉള്ളില് ജനിച്ചു. ആകെ 2 വാക്കേ ഭരതൻ പറഞ്ഞിട്ടുള്ളൂ. ആ 2 വാക്കാണെങ്കിൽ അകത്ത് ബാധിച്ചതായിരിക്കുന്ന അജ്ഞാനത്തെ ഇല്ലാതാക്കി തീർക്കുന്നതാണ്. ബഹുയോഗ ഗ്രന്ഥസമ്മതം ഇനിയും വിശേഷിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ വാക്കുകള് പലതരത്തിലുള്ള യോഗശാസ്ത്രങ്ങള് പറയുന്നതായ അല്ലെങ്കിൽ വേദാദികൾക്ക് തുല്യമായിരിക്കുന്ന ചില സംഗതികളാണ് അദ്ദേഹത്തിൽ നിന്ന് ആകെ 2 വാക്കായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി, അത് മനസ്സിലാക്കണമെങ്കിലും അറിവ് വേണമല്ലോ. അത് മനസ്സിലാക്കി ഉടനെ ഈ രാജാവ് എന്താ ചെയ്തു വെച്ചാൽ പല്ലക്കുന്ന ഒരൊറ്റ ചാട്ടം ചാടിയിട്ട് നേരെ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് ചോദിച്ചു, അങ്ങ് ആരാ? നിഗൂഢ ഒരു പ്രാകൃതമായിട്ടുള്ള വേഷം. തുടയുടെ മുകളില് ഒരു മുഷിഞ്ഞ വസ്ത്രം ചുറ്റിയിട്ടുണ്ട് തന്നെയേ ഉള്ളൂ. താടി മുടിയൊക്കെ നീണ്ടിട്ടുണ്ട്. ജടകെട്ടിങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. സ്നാനമൊന്നുമില്ല. ചളിയൊക്കെ കട്ട അങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. ആ കണ്ണുകളിലാണെങ്കിൽ നല്ല തേജസ്സുണ്ട്.
ഒന്നുകൂടി ശ്രദ്ധിച്ചപ്പോഴാണ് സൂത്രം. അതാ ദേഹത്ത് പണ്ടെന്നോ ധരിച്ചതായിരിക്കുന്ന ഒരു പൂണൂല് ഇങ്ങനെ കാണുന്നുണ്ട്, ബ്രഹ്മസൂത്രം കാണുന്നുണ്ട്. അതാണെങ്കിൽ ചളി പിടിച്ച് കറുത്ത ചരട് പോലെയായിട്ട് മാറിയിട്ടുമുണ്ട്. നോക്കണേ. അപ്പൊ അന്ന് ആരാണ് ഞാൻ അന്വേഷിക്കുന്ന കപിലവാസുദേവൻ അന്ന് തന്നെയാണോ? എനിക്ക് അങ്ങയെക്കുറിച്ചും അറിയണം എന്നുണ്ട്, അങ്ങ് ആരാണെന്ന് അറിയണമെന്നുണ്ട്. അടുത്ത ശ്ലോകം നോക്കൂ. നാഹം വിശങ്കേ സുരരാജവജ്ര നൃക്ഷശൂലാന്നയമസ്യ ദണ്ഡാത് നാഗ്ന്യാർക്ക സോമഹാനിലയിത്തപാസ്ത്ര ശീകൃഷം ബ്രഹ്മകുലാപമാന. എനിക്ക് ഇന്ദ്രന്റെ വജ്രത്തെ ഞാൻ ഭയക്കുന്നില്ല, മഹാദേവന്റെ ശൂലത്തെ ഞാൻ ഭയക്കുന്നില്ല, ചക്രത്തെ ഞാൻ ഭയക്കുന്നില്ല, കാലദണ്ഡത്തെ ഞാൻ ഭയക്കുന്നില്ല. പക്ഷേ അങ്ങയെപ്പോലെയുള്ള ഒരു മഹാത്മാവിനെ അപമാനിച്ചാൽ ഉണ്ടായേക്കാവുന്ന ദോഷത്തെ ഞാൻ വല്ലാതെ കൊണ്ട് ഭയക്കുന്നുണ്ട്. അപ്പോൾ ഈ ശ്ലോകത്തിന്റെ സൂക്ഷ്മാർത്ഥം എന്താ വെച്ചാൽ, ഈ പറഞ്ഞതിനേക്കാൾ ഭയങ്കരത്വം ഉള്ളതാണ് സജ്ജന നിന്ദ എന്നർത്ഥം. അപ്പം അറിയാതെ പോലും സജ്ജനങ്ങളെ നിന്ദിക്കാനുള്ളൊരവസ്ഥ നമ്മുടെ ഒന്നും ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് സൂചിപ്പിക്കണം. പറയൂ, അങ്ങ് ആരാണെന്ന് അറിയണം. ഇനി അത് മാത്രമല്ല, അങ്ങ് പറഞ്ഞതിന് ചെറിയൊരു സംശയം എനിക്കുണ്ട്. വെറുതെ കേട്ട് പോയാൽ പോരല്ലേ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ആരോടെ ചോദിക്കുക? ഗുരുക്കന്മാരോടല്ലാണ്ട് വേറെ ആരും ചോദിക്കാനുമില്ല. അപ്പോൾ അങ്ങ് പറഞ്ഞതിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്, ചോദിച്ചോട്ടെ. അങ്ങ് പറഞ്ഞുവല്ലോ, ഞാൻ തടിച്ചിട്ടല്ല, ഞാൻ മെലിഞ്ഞിട്ടല്ല, എനിക്ക് വിശപ്പില്ല, എനിക്ക് ദാഹമില്ല, അത് ശരീരത്തെ ബാധിക്കുന്നതാണ്, ദേഷ്യം കാമം ഇതൊക്കെ മനസ്സിനെ ബാധിക്കുന്നതാണ്, എന്നാൽ ഇതൊന്നും ഞാനല്ല എന്നൊക്കെ പറഞ്ഞുവല്ലോ. എന്നാൽ സാധാരണ ജീവിതത്തിൽ അനുഭവ തലത്തിൽ ഈ പറഞ്ഞതൊക്കെ ഉണ്ട് അല്ലേ? തടിക്കണതറിയുണ്ട്, മെലിയണതറിയുണ്ട്, വിശക്കണതറിയുണ്ട്, ദാഹിക്കണതറിയുണ്ട്, ദേഷ്യം വരാറുണ്ട്, സങ്കടം വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ അനുഭവ തലത്തിലുണ്ട്. ഇത് ആരെയാണ് ബാധിക്കുന്നത് എന്ന് വ്യക്തമാക്കി തന്ന തിരക്കിടില്ല. വെറുതെ എന്നെയല്ല എന്ന് പറഞ്ഞു പോകരുത്. ഉദാഹരണ സഹിത ചോദിക്കുന്നത്, സ്ഥല്യതാപാത് പയസോഭിതാപാത് തൽസ്ഥാപതസ്തണ്ടുലഗർഭരന്തി ദേഹേന്ദ്രിയാസ്വാശയ സന്നികർഷാൽ തൽസംസൃതി പുരുഷസ്യാനുരോധാൽ. ഇപ്പൊ പാൽപ്പായസം വെക്കാം, അതാണ് ഇവിടെ ഉദാഹരിച്ചുകൊണ്ട് പറയുന്നത്. ഈ പാൽപ്പായസം വെക്കുന്ന സമയത്ത് ഈ പാൽപ്പായസം എങ്ങനെ വെക്കുക? ആദ്യം അടുപ്പ് കത്തിക്കും, അടുപ്പത്ത് പാല് വെക്കും, പാലിങ്ങനെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അരി അതിനകത്ത് കഴുകിയിടും. കുറച്ച് കഴിഞ്ഞാൽ ഈ പാലിനകത്ത് കിടന്നുകൊണ്ട് അരി വേവുണ്ട്, അങ്ങനെ പായസമാവുണ്ട്. അപ്പൊ ആ ഒരു വഴി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അടുപ്പിന്റെ ചൂട് പാത്രത്തിൽ തട്ടുന്നു, പാത്രത്തിന്റെ ചൂട് പാലിൽ തട്ടുന്നു, പാലിന്റെ ചൂട് അരിയിൽ തട്ടുന്നു, ആ അരി വേവുന്നു. അപ്പൊ ഈ അരി വേവാൻ കാരണം ബാഹ്യമായ താപാണ്. ബാഹ്യമായ ഈ താപം ഇത്രയും മാധ്യമങ്ങളിലൂടെ യാത്ര ചെയ്തിട്ട് ഈ പാലിനകത്തുള്ള അരിയെ വേവിക്കുമെങ്കിൽ എന്തുകൊണ്ട് അതുപോലെ ഈ ബാഹ്യമായിട്ടുള്ള ഈ താപം ഈ ശരീരത്തെ ബാധിക്കാറുണ്ട്? അപ്പൊ എന്തുകൊണ്ടാണ് ഈ ശരീരത്തെ ബാധിക്കുന്നതായ ഈ താപം അകത്തിരിക്കുന്ന എന്നെ ബാധിക്കാത്തത്? അല്ലെ, ആരെയാ അത് ബാധിക്കുന്നത്? എവിടെയാ അത് അറിയണത്? ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞിട്ട് കാൽക്കൽ വീണ് ഒന്നുകൂടി നമസ്കരിച്ചു. ശ്രദ്ധിക്കണേ, സാധാരണ ഇപ്പോൾ കാൽക്കലൊക്കെ വീണ് നമസ്കരിച്ചു കഴിഞ്ഞാൽ സാധാരണ കാണുന്ന ഒരു ചിത്രം എന്താ? നമസ്കരിക്കുന്നവരെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കും, സമാധാന വാക്കുകൾ എന്താ വെച്ചാൽ അതൊക്കെ പറയും. ഇതൊക്കെയാണല്ലോ സാധാരണ കാണുക. നീ ഭരതൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഇങ്ങനെ കാൽക്കൽ വീണ് നമസ്കരിച്ച ആളെ തുറച്ചു നോക്കി കാലുകൊണ്ടൊരു ഒറ്റ തട്ടങ്ങോട്ട് കൊടുത്തു. പന്ത് കിട്ടണ പോലെ ഒരൊറ്റ തട്ട് കാലങ്ങോട്ട് വലിച്ചുകൂടി നിൽക്കാതെ ഓടി. എത്രയും ഒരു 12 കിലോമീറ്റർ ദൂരത്തോളാണ് നിൽക്കാണ്ട് ഓടിയത്. ഈ രാജാവും പരിവാരങ്ങളും പിന്നാലോടി, ഹരേ എന്നും പറഞ്ഞ് പിന്നാലോടി. കുറെ ദൂരം ഓടിയ സമയത്ത് ഈ പരിവാരങ്ങൾ പറയാൻ തുടങ്ങി, ഈ രാജാവിന് ഭ്രാന്താ തോന്നുന്നുണ്ട്, ഞങ്ങളില്ലാതായി. അവസാനം ഈ രാജാവ് മാത്രമായി. ഭരതനും വേണ്ടത് അതന്നെയാണ്. തനിക്ക് പറയാനുള്ളത് അർഹതയുള്ളവർ മാത്രമേ കേൾക്കാവൂ, അല്ലാത്തവർ കേൾക്കാൻ പാടില്ല, കേൾക്കേണ്ട കാര്യമില്ല. ഓടിയങ്ങട്ട് അവസാനം ഭരതൻ മാത്രമായി, ക്ഷമിക്കുക, രാജാവ് മാത്രമായി. ഈ ഭരതന്റെ മുമ്പിൽ അവിടെ പോയിട്ടിരുന്നു. എന്നിട്ടും ഈ ഭരതൻ ഒന്നും മിണ്ടിയില്ല. കുറേ നേരം കഴിഞ്ഞ സമയത്ത് ഭരതൻ ഒറ്റ വിളിയും കണ്ട് വിളിച്ചു, അക്കോപിത.
ഇങ്ങനെ കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അകോവിത നീട്ടി അങ്ങോട്ട് വിളിച്ചു. എന്താ പിന്നെ അർത്ഥം? കോവിത എന്നാണ് വിളിച്ചത് വെച്ചാൽ വിവരമുള്ളവനെ എന്നാണ്. അപ്പോൾ അകോവിത എന്ന് വിളിച്ചാൽ എന്താ അതിന്റെ അർത്ഥം എന്ന് മനസ്സിലായിക്കോളൂ. അപ്പോ ഭരതൻ പറഞ്ഞു, അകോവിത കോവിതവാതവാതാൻ വദസ്യ പ്രോനാതിവിതാം വരിഷ്ഠ നസൂരയേഹി വ്യവഹാരമേനം തത്വാവമർശേന സഹാമനന്തി. അങ്ങേക്ക് ഒന്നും അറിയില്ല. അങ്ങാണെങ്കിൽ മഹാപണ്ഡിതന്മാരെ പോലെയാണ് ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറയണത്. അങ്ങ് സത്യത്തിൽ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. ഈ സുഖദുഃഖാദികളൊക്കെ എവിടെയാണ് ഉണ്ടാവണം എന്ന് വെച്ചാൽ മനസ്സിൽ തന്നെയാണ് ഇപ്പോൾ തൽക്കാലം ഉണ്ടാവണം. ഇന്നലെ സൂചിപ്പിച്ച പോലെ സുഖമാണ് എന്ന് വിചാരിച്ചാൽ സുഖമായി, അല്ല ദുഃഖമാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ ദുഃഖം ആവും ചെയ്തു. ഗുണങ്ങളോട് അനുരക്തം, ഗുണങ്ങളോട് ചേർന്ന് കഴിഞ്ഞാൽ, ഈ മനസ്സ് ഗുണങ്ങളോട് ചേർന്ന് കഴിഞ്ഞാൽ തത്ഫലമായിട്ട് സുഖവും ഉണ്ടാവുന്നുണ്ട്, അതേപോലെ ദുഃഖവും ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഈ ഗുണങ്ങളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഈ മനസ്സിനെ ബാധിക്കുന്നില്ല. ഇതാണ് എളുപ്പത്തിലുള്ള ഉപായം. ഈ മനസ്സാണെങ്കിലോ 11 വൃത്തികളിൽ പെട്ട് നട്ടം തിരിയേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പൊ ഏതീ 11 വൃത്തികള്? 5 കർമ്മേന്ദ്രിയ വൃത്തികള്, 5 ജ്ഞാനേന്ദ്രിയ വൃത്തികള്. 1 അഭിമാനം. 11 വേണമെങ്കിൽ 12 എന്നും പറയാം. ഏതീ 12ാമത്തത്? അഹങ്കാരം. ഇതിപ്പോ 5, 10, 11, 12 എന്ന് പറഞ്ഞുള്ളൂ, ഒരുപാടുണ്ട്. അപ്പോൾ ഈ കുടുക്കുകളിൽ നിന്ന് മോചനം നേടണമെങ്കിൽ മാർഗം ഒന്ന് മാത്രമേ ഉള്ളൂ, മനസ്സ് അവിടെ നന്നായിട്ട് ഉറയ്ക്കണം. അപ്പൊ സംശയമായി, എവിടെയാണ് ഉറയ്ക്കേണ്ടത്? ഈശ്വരങ്കിലാണ് ഉറയ്ക്കേണ്ടത്. അപ്പോഴാണ് അടുത്തൊരു സംശയം വരേണ്ടത്, ചോദ്യം വരേണ്ടത്, ആരാണ് ആ ഈശ്വരൻ? ആ ഭഗവാൻ ആരാണ്? ആരെയാണ് ആ ഈശ്വരൻ എന്ന് വിളിക്കേണ്ടത്? ഭരതയോഗി പറഞ്ഞു, ക്ഷേത്രജ്ഞ ആത്മ. 13ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. ക്ഷേത്രജ്ഞ ആത്മ പുരുഷപുരാണ സാക്ഷാൽ സ്വയം ജ്യോതി അജപരേഷ നാരായണോ ഭഗവാൻ വാസുദേവ സ്വമായയാത്മന്യവധീയമാന. ക്ഷേത്രജ്ഞ. അപ്പൊ ഏതേ ക്ഷേത്രം എന്ന് പറയണത്? അല്ലേ, ക്ഷേത്രം ഏതാ? ഇതം ശരീരം കൗന്ദേയ. ക്ഷേത്രം ദൂരത്തൊന്നും പോണ്ട. ഏതപ്പ ക്ഷേത്രം? ഇത്. ഇതിനകത്ത് പ്രകാശിക്കുന്ന ഒന്നുണ്ട്. ആ പ്രകാശിക്കുന്ന ഒന്നാരാ? അത് സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്, ആ ഭഗവാൻ തന്നെയാണ്. ആത്മാ സർവത്ര നിറഞ്ഞിരിക്കുന്നതാണ്, ദേഹത്തിനകത്ത് വർത്തിക്കുന്നതായതുകൊണ്ട് പുരുഷ. സർവത്തിനും കാരണകാരമായതിനാല് അത് പുരാണ. സ്വയമേവ പ്രകാശിക്കുന്നത് കൊണ്ട് സ്വയം ജ്യോതി. ജനന മരണാദികള് ബാധിക്കാത്ത ഒന്നായതുകൊണ്ട് അജ. ബ്രഹ്മാദികൾക്കും മീതെ ഈശ്വരനായിട്ടിരിക്കുന്നതിനാല് പരേശ. അടുത്തത് നമ്മൾക്കൊക്കെ അറിയുന്നൊരു വാക്ക നാരായണ. അല്ലെ, ഭാഗവതം പറയണ്ടേ അന്തേനാരായണ സ്മൃതി. അപ്പൊ നാരായണ സ്മരണ ഉണ്ടാവണം, നാരായണ നാമം ജപിക്കണം, നാരായണ നാമം ജപിക്കണം. അപ്പൊ എന്തേ നാരായണ എന്ന ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത്? പല പല അർത്ഥമുണ്ട്, 1-2 പറഞ്ഞുതരാം. നാരം എന്ന് വെച്ചാൽ വെള്ളം എന്നർത്ഥമുണ്ട്. വെള്ളത്തിൽ കിടന്ന ആളാ, വെള്ളത്തിൽ ശയിക്കുന്ന ആളാ. അത് സാധാരണ വെള്ളമല്ല, കാരണജലത്തിൽ ശയിക്കുന്നവനാ. ഇനി നാരം എന്നാൽ അറിവ്, ജ്ഞാനം എന്നൊരർത്ഥമുണ്ട്. ഈ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നവനായതിനാൽ അത് നാരായണനാണ്. നാരങ്ങള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവസമൂഹങ്ങൾ എന്ന അർത്ഥമുണ്ട്. ഈ ജീവസമൂഹങ്ങളെ യഥാസ്ഥാനത്ത് സ്ഥാപിക്കുന്നത് കൊണ്ടും ആരാണോ നമ്മളെ ഓരോരുത്തരും ഇവിടെ കൊണ്ടാക്കിയത്, ആ കൊണ്ടാക്കിയ ആളാണ് കൊണ്ടുപോകുന്നത്, അത് നാരായണനാണ്. അതാണ് നാരായണ സ്മരണ സദാ ഉണ്ടാവണം എന്ന് പറയാൻ കാരണം. കൊണ്ടുവന്ന ആളെ എന്ന് ഓർക്കണം, വളർത്തുന്ന ആളെ എന്ന് ഓർക്കണം, അവസാനം കൊണ്ടുപോകുന്ന ആളെ എന്ന് ഓർക്കണം. അതൊക്കെ ആരാ ചെയ്യുന്നത്? അത് ഈ നാരായണനാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നാരായണങ്കില്, ആ വാസുദേവങ്കില്. ഇനി ആരെയും വാസുദേവൻ സ്ഥൂലമായിട്ട് അർത്ഥം പറഞ്ഞാൽ വസുദേവരുടെ മകനാണ്. എന്നാ ഒന്നുകൂടി ചിന്തിച്ച് പറയുകയാണെങ്കിലോ, അകത്ത് ഇരുന്ന് പ്രകാശിക്കുക, വസിച്ച് പ്രകാശത്തെ ചൊരിയണത് കൊണ്ട് അത് ആരായിട്ട് തീർന്നു? അത് വാസുദേവനായിട്ട് തീർന്നു. അങ്ങനെയുള്ള ആ വാസുദേവനില് മനസ്സ് നന്നായിട്ട് ഉറയ്ക്കുക. ഒറ്റയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ഗുരുവിനെ പോയിട്ട് ശരണം പ്രാപിക്കുക.
ആ ഗുരുവിൽ നിന്ന് വേണ്ടത് വേണ്ട പോലെ പഠിച്ച് മനസ്സിനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുക. ഇത്രയും കേട്ട സമയത്ത് വളരെ സന്തോഷമുണ്ടായി, മനസ്സിൽ നല്ല തൃപ്തിയുണ്ടായി മഹാരാജാവിൻ്റെ. അദ്ദേഹം അടുത്ത അധ്യായത്തിലെ ആദ്യത്തെ 2 ശ്ലോകത്തെ കൊണ്ട് സ്തുതിക്കുന്നുണ്ട്, ഭരതയോഗിയെ സ്തുതിക്കുന്നുണ്ട്. ആ സ്തുതിയിലൂടെ മഹാരാജാവ് പറയണു, നമോ നമഃ കാരണ വിഗ്രഹായ സ്വരൂപതൂക്ഷീകൃത വിഗ്രഹായ നമോപഭൂത ദ്വിജബന്ധുലിംഗ നിഗൂഢ നിത്യാനുഭവായ തുഭ്യം. നല്ല സ്തുതിയാണ്. നമോ നമഃ, വീണ്ടും 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 നമസ്കരിക്കുക. ആരെയാ നമസ്കരിക്കുന്നത്? കാരണവിഗ്രഹായ, സമസ്ത കാര്യങ്ങൾക്കും കാരണകാരനായിരിക്കുന്ന ആ ഒന്നിനെ നമസ്കരിക്കുകയാണ്. ആ ഒന്നിനെയാണെങ്കിലോ വിശേഷേണ ഗ്രഹിക്കും കൂടി വേണമെന്ന്. അപ്പോൾ ചിലരെ കാണുന്ന സമയത്ത് ചിലരിൽ നിന്ന് വിശേഷേണ ചിലത് ഗ്രഹിക്കാനുണ്ട്, അത് വിഗ്രഹങ്ങളായിട്ട് മാറുന്നുണ്ട്. അതിൽ ഒന്നാണ്, ആ ഒരു വിഗ്രഹമാണ് ആരാ? ഈ ഭരതയോഗി എന്ന് പറയുന്നത്. അങ്ങയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. ഈ അവധൂത ഭാവത്തിൽ എൻ്റെ മുമ്പിൽ വന്നതായ അങ്ങയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. ദേഹത്തിന് ലവലേശം പോലും പ്രാധാന്യം കൽപ്പിക്കാത്ത അങ്ങയെ ഈ ഉള്ളവനത നമസ്കരിക്കുകയാണ്. നല്ല അനുഭവജ്ഞാനമുള്ള ആളാണ് അങ്ങ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇനി അങ്ങായിട്ട് ചെറിയൊരു ബന്ധം എനിക്ക് ഉണ്ടായിപ്പോൾ, കുറച്ചു നേരത്തെ ബന്ധം ഉണ്ടായുള്ളൂ, ചെറിയൊരു ബന്ധം ഉണ്ടായി. ഇപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അത് ഏതുപോലെ? 2ാമത്തെ ശ്ലോകം നോക്കാം. ജരാമയാർത്ഥസ്യ യഥാഗതം സ നിദാഗതസ്യ യഥാഹിമാംബ കുദേഹമാനാഹിതഷ്ടദൃഷ്ടേ ബ്രഹ്മൻ വദസ്തേ അമൃതമൗഷധം മേ. ശ്രദ്ധിക്കണേ. ഇപ്പൊ നട്ടുച്ച നേരത്ത് വെയിൽ കൊണ്ട് തളർന്ന് അവശനായിട്ട് ഒരാൾ അടുത്ത് കണ്ടൊരു വീട്ടിലേക്ക് കയറിയെന്ന് വിചാരിക്കാം. ആകെ വെയിൽ കൊണ്ട് വല്ലാണ്ടായിട്ടുണ്ട്. ആ വീട്ടിലാണെങ്കിൽ അന്ന് അവിടുത്തെ ഏതൊരു കുട്ടിയുടെ പിറന്നാളമായിട്ടുണ്ട്. അപ്പോൾ ആ ഗൃഹനാഥൻ എന്താ ചെയ്യണത്? ഗൃഹനാഥൻ എന്താ വെച്ചാൽ അകത്ത് പോയിട്ട് കരയായിട്ട് പാൽപ്പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഗംഭീര പായസം, ഒരു സദ്യയൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഒരു അതിഥി അങ്ങോട്ട് കയറി വരുന്നത്. ആരെ ഈ അതിഥി? സംസ്കാരം പറയുന്നുണ്ട് അതിഥി ദേവോ ഭവ. അതിഥിയെ ഈശ്വരനായി കണ്ടുകൊണ്ട് പൂജിക്കണം എന്നാണ് പറയുക. ആരാണ് ഈ അതിഥി? ആരെയാണ് ഈ അതിഥി എന്ന് വിളിക്കേണ്ടത്? തിഥി ഇല്ലാതെ വരുന്നവരെയാണ് അതിഥി എന്ന് വിളിക്കുന്നത്. ആ വാക്കിന്റെ മഹത്വം അറിയാതെ ഇന്ന് ഈ അതിഥി എന്നത് പലരിലും പ്രയോഗിക്കാറുണ്ട്, അല്ലേ? അതിഥി തൊഴിലാളികള്. ഈ അതിഥി എങ്ങനെ തൊഴിലാളിയായെന്ന് വെച്ചാൽ അത് പറഞ്ഞുകൂടാ. ഇതൊക്കെ ഈ വാക്കിന്റെ മഹത്വം അറിയാതെ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങളാണ്, ശ്രദ്ധിക്കണേ. അപ്പോൾ അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിഥി ഇല്ലാതെ വരുന്ന ആളാണ്. ഉച്ചയ്ക്ക് 12:30 ആകുമ്പോഴേക്ക് ഞാൻ അവിടെ ഊണഴിക്കാൻ എത്തിട്ടോ എന്നും പറഞ്ഞ് വരുന്ന ആള് അതിഥിയല്ല. അവരെ പൂജിച്ചോളം ഒരു നിർബന്ധവുമില്ല. കാരണം അവരാരാ? അവര് അഭ്യാഗതന്മാരാണ്, അറിയിപ്പോട് കൂടിയിട്ട് വരുന്നവരാണ്. അവരൊരിക്കലും അതിഥികളാവുന്നില്ല. ഇപ്പൊ വീട്ടില് എന്തെങ്കിലും വിശേഷം ക്ഷണിക്കാതെ ആരെങ്കിലും എതിർച്ചയാ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ഇങ്ങനെ സംസ്കാരം ഉണ്ടാവാൻ കാരണം എന്താ വെച്ചാൽ ആരെയും അറിയാതെ പോലും നാം അപമാനിച്ചു പോകരുത്. അതിന് വേണ്ടിയിട്ട് തന്നെ ഉദ്ദേശം അത് മാത്രമേ ഉള്ളൂ. എന്താ വെച്ചാൽ നിങ്ങൾ എന്നിട്ട് വിളിച്ചിട്ടില്ലല്ലോ, അങ്ങനെ പെരുമാറ്റം നമ്മുടെ ഒന്നും ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് പറഞ്ഞു അത് ഗുരുവായൂരപ്പനാണ്, അത് ഈശ്വരനാണ്. അപ്പോൾ അതിഥി അങ്ങോട്ട് കയറി. അപ്പൊ ഈ ഗൃഹനാഥൻ എന്ത് ചെയ്തു വെച്ചാൽ വന്ന ആൾക്ക് കുറച്ച് സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി, കൂടുതൽ സന്തോഷമാവട്ടെ എന്ന് കരുതിയിട്ട് അടുക്കളയിൽ പോയിട്ട് ആ തിളയ്ക്കുന്ന പാൽപ്പായസം എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലാക്കിയിട്ടുണ്ട് കൊടുത്തു. ഈ വെയിൽ കൊണ്ട് വന്ന ആൾക്ക് ഈ പാൽപ്പായസം അല്ല ആ സമയത്ത് വേണ്ടത്, പച്ചവെള്ളം, അല്ലേ? നല്ല തണുത്ത വെള്ളം വേണ്ടത്. ഈ വെള്ളത്തേക്കാൾ മഹത്വം ഈ പായസത്തിനുണ്ടെങ്കിലും ആ സന്ദർഭത്തിൽ വെള്ളത്തിനാണ് പ്രാധാന്യമുള്ളത്, അല്ലേ? യഥാഹിമാംബ. ഇവിടെ പറഞ്ഞു വരണത് ശ്രദ്ധിക്കുക. ഇവിടെ പറഞ്ഞു വരണം എന്താ വെച്ചാല് ദാഹിച്ച് വരുന്ന ആൾക്ക് വെള്ളം കിട്ടിയാൽ ഈ വെള്ളം തന്ന ആളോട് ഈ വെള്ളം കിട്ടിയ ആൾക്ക് എന്ത് സന്തോഷമാണോ ഉണ്ടാവുക, ആ സന്തോഷമാണ് എനിക്ക് അങ്ങയോട് തോന്നുന്നത് എന്നാണ്. ഇനി മറ്റൊരു ശൈലിയിൽ പറയുകയാണെങ്കിലോ, മറ്റൊരു ശൈലി പറഞ്ഞാൽ സന്ധ്യയ്ക്ക് ഇങ്ങനെ നടക്കുമ്പോൾ അറിയാതെ ഒരു പാമ്പിനെ ചവിട്ടി.
അത് തിരിഞ്ഞ് കടിച്ചു. കടി കൊണ്ട ആൾ ബോധം കെട്ട് വീണു. അപ്പോഴാണ് യാദൃശ്ചികമായിട്ട് ഒരു വിഷവൈദ്യൻ ആ വഴിക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ വൈദ്യൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ കിടക്കുന്ന ആളെ എടുത്ത് തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കടത്തിയിട്ട് വേണ്ട ചികിത്സ ചെയ്ത് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ രോഗിയെ സംബന്ധിച്ച് ഈ വൈദ്യൻ ആരായിട്ട് മാറി? ഗുരുവായൂരപ്പനായിട്ട് മാറി, അല്ലേ? ഈശ്വരനായിട്ട് മാറി. ഇങ്ങനെയൊക്കെ ഭഗവാൻ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. ഗുരുവായിട്ട്, ഇന്നലെ സൂചിപ്പിച്ച പോലെ ഗുരുവായിട്ട്, അച്ഛനായിട്ട്, അമ്മയായിട്ട്, കുട്ടികളായിട്ട്, ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ ഭഗവാൻ നമ്മുടെ മുമ്പിൽ വരുന്നത്. അത് ഉൾക്കൊള്ളാൻ, അത് മനസ്സിലാക്കാനാണ് നാം ശ്രമിക്കേണ്ടത് എന്ന് അർത്ഥം. ഇന്ന് അങ്ങ് എൻ്റെ ഉള്ളിലുള്ള സംശയങ്ങളൊക്കെ ഒരുമാതിരിയൊക്കെ തീർത്തു തന്നുണ്ട്. എന്നാലും എനിക്ക് ചെറിയൊരു സംശയമുണ്ടേ. അങ്ങാരാ? കുറേ നേരം ഇത് ചോദിക്കാൻ തുടങ്ങിയിട്ട് അങ്ങാരാ? ഈ മഹത്തുക്കളോട് പോയിട്ട് വെറുതെ നിങ്ങളാരാന്ന് ചോദിച്ചാൽ അവർക്കത് ഇഷ്ടപ്പെട്ടോളണമെന്നൊന്നുമില്ല. പെട്ടെന്ന് ഭരതൻ പറഞ്ഞു, നിനക്ക് ഞാൻ ആരാണെന്നറിയണമല്ലേ? ഒന്ന് സ്വരം മാറി, വേണം എന്ന് പറഞ്ഞു. നിനക്ക് ഞാൻ ആരാണെന്നറിയണമെങ്കിൽ നിനക്ക് നീ ആരാണെന്നറിയാമോ? അപ്പൊ അറിയാതെ ഈ രാജാവ് ചോദിച്ചു, അപ്പൊ ഞാൻ ആരാന്ന് ചോദിച്ചു. അത് ശരി, അപ്പൊ നിനക്ക് നിന്നെ അറിയില്ല, എന്നിട്ട് നീ മറ്റുള്ളവരെ അന്വേഷിക്കാൻ നിന്നാ എങ്ങനെയാ കണ്ടുപിടിക്കാൻ സാധിക്കുക? ഞാൻ നീ എന്ന് പറഞ്ഞ് ഇവിടെ വേറെ വേറെ ഒന്നുമില്ല. അങ്ങനെയൊന്നും വിചാരിക്കരുത്. എന്നാ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോളൂ. ഞാൻ ആരാന്നറിയണ്ടേ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മണ്ണ് എന്ന് പറഞ്ഞു. ഇങ്ങനെയുണ്ട് ഒരു ഉത്തരം, മണ്ണ്. മനസ്സിലായില്ല? മണ്ണ്. അതിൻ്റെ മുകളിൽ രണ്ട് വടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനെ കാലുകളെന്ന് ചിലർ പറയാറുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് പാത്രം കമഴ്ത്തി വെച്ച പോലെ ഒരു സാധനം അവിടെ കാണുന്നുണ്ട്. അതിനെ ഈ ഒടലെന്ന് ചിലർ പറയാറുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വേറെ രണ്ട് വടിയുണ്ട്. അതിനെ കൈകളായിട്ട് ചിലർ പറയാറുണ്ട്. അതിൻ്റെ മുകളിൽ ചെറിയൊരു സാധനം അവിടെ വെച്ചിട്ടുണ്ട്. അതിനെ കഴുത്തായിട്ട് ചിലർ പറയാറുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു മത്തങ്ങ പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അതിനെ തലയായിട്ട് ചിലർ പറയാറുണ്ട്. ചിലർക്ക് അത് ഇല്ല, ചിലർക്ക് അത് ഉണ്ട് എന്നൊക്കെയാണ് അത്രേ പറയുന്നത്. അപ്പൊ തലയായിട്ട് ചിലർ പറയാറുണ്ട്. അതിൻ്റെ മുകളില് ഒരു രത്നം പതിച്ച കിരീടം വെച്ചുകൊണ്ട് ഒരു ചങ്ങാതി എൻ്റെ മുമ്പിൽ വന്ന് ചോദിക്കുന്നു, നീ ആരാണ്? നീ ആരാണ്? ഒരു മണ്ണിനോട് നീ ആരാന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ, മണ്ണ്. അതിലപ്പുറം യാതൊന്നുമില്ല. അല്ല, എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ഞാൻ ആരാണ്? ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് പറഞ്ഞു. അതിഗാംഭീര്യമുള്ള ഒരു ശ്ലോകമാണ് 11ാമത്തെ ശ്ലോകം. ശ്രദ്ധിച്ച് കേൾക്കുക. 12ാമത്തെ അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകം. ചോദ്യം, ഞാൻ ആര്? അപ്പൊ ഞാൻ ആരാണ്? ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാൻ കിട്ടണം. ആ ഉത്തരാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം അനന്തരം ത്വബഹി ബ്രഹ്മസത്യം പ്രത്യപ്രശാന്തം ഭഗവൻ ശബ്ദസംജ്ഞം യൽ വാസുദേവം കവയോ വദന്തി. എൻ്റെ അഭിപ്രായമല്ല, കവയോ വദന്തി. അറിവുള്ള ആളുകൾ പറഞ്ഞു കേട്ട കാര്യം താങ്കളോട് പറഞ്ഞു തരാം. ഞാനാരാ? ജ്ഞാനം. വെറും ജ്ഞാനെന്ന് മാത്രം പറയേണ്ട, പരിശുദ്ധമായ വിശുദ്ധമായ ജ്ഞാനം അത് ഞാനാണ്. സത്യമായ വസ്തു ഏതാന്ന് ചോദിച്ചാൽ അതും ഞാൻ മാത്രം. ഇനി ഞാൻ എവിടെയുണ്ട്? അന്തരം ബഹി, അകത്തും പുറത്തും. അപ്പൊ അകത്തും പുറത്തും ഒരേപോലെ ഉള്ളത് ഏതൊന്നാണെന്ന് ചോദിച്ചാൽ അതും ഞാനാണ്. പ്രശാന്തി തലത്തിൽ നിൽക്കുന്ന ഒന്ന് ഏതൊന്നാണെന്ന് ചോദിച്ചാൽ അതും ഞാൻ തന്നെയാണ്. അറിവുള്ള ആളുകള് ചിലപ്പോൾ ഈ ഞാൻ അഥവാ എന്നെ, അല്ലെങ്കിൽ ഞാനെന്ന സത്യത്തെ വാസുദേവൻ എന്ന് വിളിക്കാറുണ്ട്. അകത്ത് പ്രകാശിക്കുന്നുണ്ട്, വാസുദേവൻ എന്ന് വിളിക്കാറുണ്ട്. ആ വാസുദേവനിലെ മനസ്സ് നന്നായിട്ട് ഉറയ്ക്കട്ടെ. ഈ പറഞ്ഞ ആശയങ്ങൾ മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് ചെറിയ ഒരു കഥ
ഭരതയോഗി മഹാരാജാവിന് വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുക്കണം. ഭവാഡവി എന്നാണ് ഈ കഥയുടെ പേര്. ഇന്നലെ വൈകിട്ട് പറഞ്ഞ പുരഞ്ജനോപാഖ്യാനം പോലെയുള്ളൊരു കഥയാണ്. ഒരു താത്വികമായിട്ടുള്ള കഥ. വളരെ ചുരുക്കത്തിൽ ആ കഥയൊന്ന് ചിന്തിക്കുക. പണ്ട് ഒരു സംഘം കച്ചവടക്കാരുണ്ടായിരുന്നു. 13, 14 ഈ 2 അധ്യായങ്ങളിലായിട്ടാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. പണ്ടൊരു സംഘം കച്ചവടക്കാരുണ്ടായിരുന്നു. ഇവർക്ക് കച്ചവടം ചെയ്യണമെങ്കിൽ അടുത്ത നഗരത്തിലേക്ക് പോകണം. അടുത്ത നഗരത്തിലേക്ക് പോകണമെങ്കിൽ ഒരു കാട് കിടക്കും വേണം. ആ കാടിൻ്റെ പേരാണ് ഭവം. അടവി എന്ന് വെച്ചാൽ കാട് എന്നർത്ഥം. അപ്പോൾ ഭവ അടവി എന്ന് വെച്ചാൽ ഈ ഭവം എന്നുള്ള വാക്കിന് സംസാരം എന്നർത്ഥം. അപ്പോൾ ഈ സംസാരമാകുന്ന ഈ കാട് കടന്നെങ്കിൽ മാത്രമേ ആ നഗരത്തിൽ എത്തുകയുള്ളൂ. ഇവരയിൽ പണമുണ്ട്. ഈ കാട്ടിലൂടെ പോണ സമയത്ത് ആയുധം കയ്യിൽ വെക്കണം. ആയുധം കയ്യിൽ വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ വന്യജീവികളുടെ ഉപദ്രവം ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ആയുധങ്ങൾ കയ്യിൽ വെക്കണം. പക്ഷെ ചെറിയൊരു കുഴപ്പം എന്താ വെച്ചാൽ ഈ ആയുധം ഇവർക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അറിയില്ല. അങ്ങനെയായ ഉള്ളതിലേറെ ബുദ്ധിമുട്ടാണ് അല്ലേ. ഇപ്പോൾ തോക്ക് കയ്യിൽ കിട്ടിയെന്ന് വിചാരിക്കുക. ഈ തോക്ക് കയ്യിൽ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വെറുതെ കയ്യിൽ വെച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല. പെട്ടെന്ന് ഉപയോഗിക്കേണ്ടി വന്നാൽ അപ്പം സംശയമായി. ഇതിപ്പോൾ അങ്ങോട്ടാണോ വെടിവെക്കേണ്ടത്, ഇങ്ങോട്ടാണോ വെടിവെക്കേണ്ടതൊക്കെ സംശയം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി അല്ലേ. അവൾ ഉപയോഗിക്കാൻ അറിയും വേണം. എന്നാൽ ഇവർ കാണിച്ചത് നേരാവണ്ണം ഉപയോഗിക്കാൻ അറിയില്ല. അങ്ങനെ കാടിനകത്തെത്തേണ്ട താമസം പെട്ടെന്ന് ശ്രദ്ധിക്കണേ, 6 കള്ളന്മാര്, കൃത്യമായിട്ട് പറഞ്ഞു 6 കള്ളന്മാര് ഇവരുടെ നേർക്കങ്ങൾ ചാടി വീണു. ഇവരുടെ കയ്യിലുള്ള പണം അപഹരിച്ചു. ഇവരും കൂട്ടം തെറ്റി. ഓരോരുത്തർ ഓരോ വഴിക്ക് പോയി. ചിലര് അവിടെ ഒരു സുന്ദരിയായ സ്ത്രീയെ കണ്ടു. ഇവർ പതുക്കെ ആ സ്ത്രീയുടെ അടുത്തേക്ക് പോകാമെന്ന് കരുതി ആ സ്ത്രീയുടെ അടുത്തേക്ക് പോയി. സ്ത്രീയുടെ പുറകുവശം മാത്രമേ അവർ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഇവര് വന്നു എന്ന് പറഞ്ഞപ്പോഴോ ആ സ്ത്രീ തിരിഞ്ഞങ്ങോട്ട് നിന്നു. അതൊരു പിശാച. പിന്നെ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ പിശാച അവർ പിടിച്ച് വിഴുങ്ങി. പിന്നെ വേറെ ചില കൂട്ടരെ അവർക്ക് വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ തിരക്കേടില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് ഒരു കാറ്റടിച്ചത്. പെട്ടെന്ന് കാഞ്ഞിരക്കായ താഴ്ത്തു വീണു. ഒരു കാഞ്ഞിരമരത്തിൻ്റെ ചുട്ടിൽ അവർ പോയിരുന്നേ. നല്ല പഴുത്ത കാഞ്ഞിരക്കായ താഴ്ത്തു വീണു. ഒന്നും നോക്കിയില്ല. വിശന്നിട്ട് കണ്ണ് കാണാതെ ഇവരെന്ത് ചെയ്തു വെച്ചാൽ ആ കാഞ്ഞിരക്കായ അങ്ങോട്ട് എടുത്തു. അതിൻ്റെ തോലങ്ങോട്ട് പൊളിച്ചു. സുഖമായിട്ട് അങ്ങോട്ട് കഴിച്ചു. നല്ല സ്വാദായിരുന്നു അത്രേനെ. എന്താ ഈ കാഞ്ഞിരത്തിൻ്റെ സ്വാദ്? കയ്പ്. ഇതൊന്നും ഒരു തൽക്കാലം അറിഞ്ഞില്ല. കയ്പ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിൽ വിഷത്തിൻ്റെ അംശവും കൂടി ഉണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ ഈ കാഞ്ഞിരക്കായ അകത്ത് കയറിയുണ്ട്. ഇവർ ഛർദ്ദിച്ച് അവരില്ലാണ്ടായി തീർന്നു. എന്നാൽ വേറെ ചില കൂട്ടരാണെങ്കിലും വേറെ ചില കൂട്ടരെ കാലം കോഴിയുടെയും കൂമന്റെയും പിടിയിൽപ്പെട്ട് അവരും കഷ്ടത്തിലായി. വേറെ ചില കൂട്ടര് ഈ കൊതുകിൻ്റെയും മൂട്ടയുടെയും ഉപദ്രവം കൊണ്ട് അവരും ഇല്ലാണ്ടായി തീർന്നു. എന്നാൽ ചില വണ്ടുകൾ വഴി കാണിച്ചു കൊടുക്കേണ്ടത് അതിലൂടെ നീങ്ങിയാൽ മതി. പക്ഷെ അതുവർ മനസ്സിലാക്കുന്നില്ല. മഹാരാജൻ ചുരുക്കം പറഞ്ഞ ആ ഭവാഡവിയുടെ അകത്ത് ഇവർ പെട്ടു എന്ന് വേണം പറയാൻ. അവർക്ക് രക്ഷപ്പെടാനായിട്ട് സാധിച്ചിട്ടില്ല. അതിനകത്ത് പെട്ട് ഇവർ കഷ്ടത്തിലായി. മനസ്സിലായോ ഈ പറഞ്ഞത് എന്ന് ചോദിച്ചു. രാജാവ് പറഞ്ഞു, എനിക്ക് മനസ്സിലായി. അങ്ങ് എന്താണ് ഉദ്ദേശിച്ചത് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഈ താത്വിക വശവും കൂടി ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കച്ചവടക്കാർ നമ്മൾ ഓരോരുത്തരും ഈ സംസാരമാകുന്ന വനത്തിലേക്ക് നാം വന്നിട്ടുണ്ട്. ഈ സംസാരമാകുന്ന വനത്തിൽ കല്ലുണ്ട്, മുള്ളുണ്ട്, ഇരുട്ടുണ്ട്. അതായത് അജ്ഞാനവും കർമ്മവാസനയുമാണ്. തീർന്നില്ല. പണമുണ്ട് എന്ന് പറഞ്ഞല്ലോ, ഈ പണമാണ് ആത്മജ്ഞാനം. ആയുധം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഉപാസന ബുദ്ധിയാണ്. അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കണം. 6 കള്ളന്മാര് ചാടി വീണു എന്ന് പറഞ്ഞു. ആരെ 6 കള്ളന്മാര്? 5 ഇന്ദ്രിയം പ്ലസ് 1 മനസ്സ്. ഇവരുടെ പിടിയിൽപ്പെട്ട് നട്ടം തിരിഞ്ഞു. ഓരോരുത്തർ ഓരോ വഴിക്ക് പോയി എന്നാ പറഞ്ഞത്. ചിലര് പിശാചിന്റെ അടുത്തെത്തി. അതായത് ഈ സമ്പത്ത്, ഈ പിശാച് എന്ന് പറയുന്നത് ഇവിടെ പണത്തെയാണ്. ഈ പണത്തിന് 2 ഭാവമുണ്ട്. സാത്വികമായിട്ടാണ് ഈ പണത്തെ കാണുന്ന വെച്ചാൽ ഈ പണം മഹാലക്ഷ്മിയാണ്. നാം മറുവശാണെങ്കിലോ താമസികമായിട്ടാണ് ഇതേ പണത്തെ കാണുന്ന വെച്ചാൽ ഈ പണം പിശാചായിട്ട് മാറുന്നുണ്ട്. തന്നെ ഇല്ലാണ്ടാക്കി തീർക്കും. അങ്ങനെ അവർ കഷ്ടത്തിലായി എന്നർത്ഥം. വേറെ ചില കൂട്ടർ കാഞ്ഞിരത്തിന്റെ ചുവട്ടിൽ പോയിരുന്നു ഒക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ ജീവിതത്തിൽ പലതരത്തിൽ മനസ്സിലാവാൻ വേണ്ടി മാത്രം പറയാം, ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു എന്ന് വരാം. സാമ്പത്തികമായിട്ടെന്തെങ്കിലും വിഷമം വന്നു എന്ന് വരാം. കുട്ടികളുടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ മക്കളുടെ കല്യാണമോ വീട് പണിയോ. അപ്പൊ ന്യായമായ മേഖലകൾ ഉണ്ടാവാം. കടം കിട്ടാവുന്ന ന്യായമായ മേഖലകൾ ഉണ്ടാവാം. ആ വാതിലുകളൊക്കെ അടഞ്ഞു കഴിഞ്ഞാൽ വേറെ ചില കൂട്ടരെ തല പൊക്കിയിട്ട് പറയും, ഞങ്ങൾ സഹായിക്കാം എന്ന് പറയും. ഈ കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുക്കുന്നവരെ. അപ്പൊ അങ്ങനെയുള്ള കൂട്ടരിൽ നിന്ന് ഈ പണം വാങ്ങിയാൽ അപ്പം മനസ്സിലാക്കണം, കാഞ്ഞിരക്കായ വിഴുങ്ങി
പിന്നെ ഒറ്റ പണിയുള്ളൂ, ഛർദ്ദിക്കുക. അവിടുന്ന് രക്ഷപ്പെടാൻ വലിയ പ്രയാസമാണെന്ന് മനസ്സിലാക്കുക, അതിൽ പെടാതിരിക്കാൻ നോക്കുക. പിന്നെ വേറെ ചില കൂട്ടരെ ഈ കാലം കോഴിയുടെയും കൂമന്റെയും പിടിയിൽ പെട്ടു എന്നാണ് പറഞ്ഞത്. നമ്മളൊക്കെ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഈ സമൂഹത്തിൽ പലരും നമ്മളോട് നേരിട്ട് വഴക്കടിച്ചു എന്ന് വരും. അതൊക്കെ സഹിച്ചുകൊള്ളുക, അനുഭവിച്ചുകൊള്ളുക, വേറെ മാർഗമൊന്നുമില്ല. ആ സഹനശക്തി ഭഗവാൻ നമുക്ക് തരട്ടെ. ആ സഹനശക്തിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ അതൊക്കെ ചെയ്യാം. പിന്നെ വേറെ ചില കൂട്ടരെ കൊതുകിൻ്റെയും മൂട്ടയുടെയും കടി കൊണ്ട് ആകെ കഷ്ടത്തിലായി എന്നാണ് പറഞ്ഞത്. ഈ കൊതുകുകൾ ഈ സമൂഹത്തിൽ നല്ല വണ്ണം ഉണ്ടത്രേ, ഒരുപാടുണ്ട് ഈ കൊതുകുകൾ എന്നാണ് പറഞ്ഞത്. നമുക്ക് ഇവിടെ കൊതുകുകൾ തീരെ ഇല്ല. ഇവിടെ ഈ നാട്ടിൽ കൊതുകേ ഇല്ല തോന്നുന്നുണ്ട് അല്ലേ? ഇതുവരെ ഒരു അനുഭവം ഉണ്ടായില്ല. ഇപ്പോൾ 3 ദിവസമായില്ലേ, ഒരു കൊതുകിൻ്റെ ഒരു അനുഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. തീരെ കൊതുകില്ല. സന്തോഷമാണ്, അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഈ കൊതുക് എന്ന് ആരെയാണ് സൂചിപ്പിച്ചത്? കൊതുകിൻ്റെ ഏർപ്പാടെന്താ? ഒരാളുടെ ദേഹത്ത് വന്നിരിക്കും, രക്തം വിരിക്കും, കൂടെ രോഗാണുക്കളെ വിരിക്കും. എന്നിട്ട് ചെറിയൊരു മൂളിപ്പാട്ടും പാടിയിട്ട് അടുത്ത ആളുടെ ദേഹത്ത് പോയിട്ടിരിക്കും. ഇവിടെ നിന്ന് എന്താണ് എടുത്തത് അവിടെ കൊണ്ട് കുത്തിവെക്കും. അവിടെ നിന്ന് വേറൊന്നെടുക്കും, അടുത്ത ആളുടെ ദേഹത്ത് കൊണ്ട് കുത്തിവെക്കും. ഇതാണ് ഈ കൊതുകിൻ്റെ ഏർപ്പാട്. ഇപ്പം ആരാണ് ഈ സമൂഹത്തിലെ കൊതുകുകൾ എന്ന് ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ടാവണം അല്ലേ? അതായത് ഊണ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. എന്നാൽ ആ ഉമ്മർത്തെവിടേക്ക് ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ഒന്ന് രാമായണം എടുത്ത് വായിച്ചുകൂടെ? ശ്രീരാമ രാമ രാമ തോന്നണ്ടേ? പ്രാരബ്ധമുണ്ട് തോന്നില്ല. അപ്പം എന്ത് ചെയ്യും? പതുക്കൊരു മൂളിപ്പാട്ടും പാടിയിട്ട് അപ്പുറത്ത് വിട്ടു പോയിട്ടിരിക്കും. വെറുതെ ഒന്നടുത്ത് തോണ്ടിയിടും. നിങ്ങൾ അറിഞ്ഞോന്ന് തോണ്ടിയിടും. ഈ നിങ്ങൾ അറിഞ്ഞോ എന്ന് പറയേണ്ട താമസം ആ മഹാസാധുവിൻ്റെ വായ എന്ന് ഉള്ളതൊക്കെ പുറത്തേക്ക് വീഴും. എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പറയും, അതെ എനിക്ക് ലേശം തിരക്കുണ്ട് കേട്ടോ എന്നാ. എന്തീ തിരക്ക്? ഇത് ചൂടാറുന്നതിന് മുമ്പേ അവിടെ കൊണ്ട് കൊടുക്കുക, അല്ലാണ്ട് വേറെ തിരക്കൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട്. ഇവരെയാണ് ഈ കൊതുകുകൾ എന്ന് പറയാം. അപ്പോൾ ഈ കൊതുകുകളുടെ പിടിയിൽ പെടാതിരിക്കാൻ നല്ലവണ്ണം ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ പല ആവർത്തി ഭാഗവതം പറയുന്നൊരു കാര്യമാണ്, പരസ്വഭാവ കർമാണി ന പ്രശംസേ ന ഗർഹയേത്. ഒരു വിധം നിവൃത്തിയുണ്ടെങ്കിൽ അന്യരുടെ സ്വഭാവ കർമാദികളെക്കുറിച്ച് അഭിനന്ദിക്കുകയും വേണ്ട, സ്തുതിക്കുകയും വേണ്ട, അതേപോലെ നിന്ദിക്കുകയും വേണ്ട. തൻ്റെ മാർഗം നോക്കി, തൻ്റെ വഴി നോക്കി നടക്കുകയാണ് വേണ്ടത്. നോക്കൂ, ഇനി മൂട്ടകൾ എന്ന് പറഞ്ഞാലോ, ചിരിച്ചുകൊണ്ട് അടിയുന്ന കാല് വാരുന്ന ആൾക്കാരാണ് ഈ മൂട്ടകൾ. ഇതൊക്കെ ഈ സമൂഹത്തിലുള്ളത് തന്നെയാണ്. അതാണ് വണ്ടുകളെ നോക്കിയിട്ട് പഠിക്കാൻ പറഞ്ഞത്. ഇനി ഏകാദശത്തിൽ 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഒരു ഗുരു വണ്ട. അപ്പോൾ ഈ വണ്ടിൽ നിന്ന് പഠിക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ വണ്ട് എല്ലാ പൂക്കളിലും ഇരിക്കും, പക്ഷെ തേൻ മാത്രമേ എടുക്കാറുള്ളൂ. നാം ഒരു സമൂഹത്തിൽ കഴിയുന്നുണ്ട്. ഈ സമൂഹത്തിൽ കഴിയുന്ന സമയത്ത് നല്ലത് മാത്രം എടുക്കുക, അല്ലാത്തത് ഉപേക്ഷിക്കുക, തൻ്റെ മാർഗത്തിൽ നീങ്ങണം. അങ്ങനെ നീങ്ങണമെങ്കിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. വളരെയധികം സന്തോഷമായി മഹാരാജാവ് സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അഹോ 13-ാമത്തെ അധ്യായത്തിലെ 21, 22, 23 ആ 3 ശ്ലോകങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കും. അഹോ നൃജന്മാഖില ജന്മശോഭനം കിം ജന്മഭിസ്ത്വപരൈരപ്യമുഷ്മിൻ നയ ഋഷികേശയശകൃതാത്മനാം മഹാത്മനാം വചുര സമാഗമാ. മഹാരാജാവ് രഘുവണ പറയാണ്, അത്യത്ഭുതം എന്ന് പറയട്ടെ, അനവധി ജന്മങ്ങളുണ്ടെങ്കിലും ഈ ജന്മങ്ങളിലൊക്കെ ഏറ്റവും ശോഭനമായ ജന്മം ഏതാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം ഉത്തരം കൊടുക്കാം, നൃജന്മം, ഒരു മനുഷ്യനായിട്ട് കിട്ടുന്ന ഈ ജന്മം. എന്താ വെച്ചാൽ ഈ ജന്മത്തിൽ ആ ഈശ്വരനെ നന്നായിട്ട് അറിയാൻ സാധിക്കും. ആരെ? ഋഷികേശനെ എന്ന് പ്രത്യേകം പറഞ്ഞു. വേറെന്തെങ്കിലും പേര് പറയാമായിരുന്നു, അതൊന്നും പറയാതെ ഇതേ പേരിനെടുക്കാൻ കാരണം ഋഷികങ്ങളെ ഇന്ദ്രിയങ്ങളാണ്. അപ്പൊ അതിൻ്റെ നാഥൻ, അതിനെ നിയന്ത്രിക്കുന്ന ആളാണ്. അപ്പൊ നമുക്കും വേണ്ടത് ആ ഇന്ദ്രിയ ജയത്തെ കൈവരിച്ചിട്ട് ആ ഭഗവാനോട് അടുക്കാൻ സാധിക്കുകയാണ് വേണ്ടത്. മഹത്തുക്കളായിട്ട് ബന്ധം ഉണ്ടാവുകയാണെങ്കിലോ അത് വലിയൊരു ഗുണമായി ജീവിതത്തിൽ സമ്പാദിക്കേണ്ടത് തന്നെയാകുന്നു അത്. ഇനി ആ സത്സംഗത്തിന്റെ മഹത്വം ഇന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. നഹി അദ്ഭുതം ത്വൽചരണാജരേണുഭി ഹതാംഭസോ
ഭക്തി അധോക്ഷജേവല മൗഹൂതികാൻ യസ്യ സമാഗമാക്ഷമേ ദുസ്തർക്കമൂലോപഹതോ അവിവേക. ആകെ കുറച്ചു നേരല്ലേ അങ്ങായിട്ട് ബന്ധം വയ്ക്കാൻ എനിക്ക് പറ്റിയുള്ളൂ. മൗഹൂർത്തികാത് എന്ന് പറഞ്ഞു, വളരെ ചെറിയ സമയം അങ്ങായിട്ട് ബന്ധം വയ്ക്കാൻ എനിക്ക് സാധിച്ചു. ആ ബന്ധം എൻ്റെ മനസ്സിനെ മാറ്റിയത് നോക്കൂ. എൻ്റെ ഉള്ളിൽ നിന്ന് അനാവശ്യ ചിന്തനങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതായി തീർന്നു. എൻ്റെ അകത്തുണ്ടായ അന്ധമായ വിശ്വാസങ്ങള്, അന്ധമായ പലതും എൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ ഇല്ലാതായി തീർന്നിട്ടുണ്ട്. ഇനി ഈ ജന്മത്തില് ഞാൻ ഒരിക്കലും ആരെയും അപമാനിക്കില്ല. അവിടെ വെച്ച് അറിയാതെ പോലും ഞാൻ ആരെയും അപമാനിക്കില്ല. അതിനുള്ള ശ്രമം എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവും. ഇതാ നമസ്കരിക്കുന്നു. ആരെയാണ് നമസ്കരിക്കുന്നത്? നമോ മഹദ്ഭ്യോസ്തു നമഃ ശിശുഭ്യോ നമോ യുവേഭ്യോ നമ ആവടുഭ്യ യേ ബ്രാഹ്മണാഗാം അവധൂതലിംഗ ചരന്തി തേഭ്യ ശിവം അസ്തുരാജ്ഞാം. പ്രിയബന്ധുക്കളെ, ആ ശ്ലോകം നോക്കണേ. നമോ മഹദ്ഭ്യോ, ഈ ഉലകത്തിലുള്ള സർവമഹത്തുക്കളെയും ഇതാ നമസ്കരിക്കുന്നു. ഈ ലോകത്തുള്ള, ഈ നാട്ടിലുള്ള എല്ലാ കുട്ടികളെയും ഇതാ നമസ്കരിക്കുകയാണ്. ഈ നാട്ടിലുള്ള സർവ യുവാക്കളെയും യുവതികളെയും ഈ ഉള്ളവനത നമസ്കരിക്കുകയാണ്. ഈ ഉലകത്തിലുള്ള സർവ വൃദ്ധരെയും ഈ ഉള്ളവനത നമസ്കരിക്കുകയാണ്. ഈ ഉലകത്തിലുള്ള സർവ വസ്തുക്കളെയും സർവ ജീവജാലങ്ങളെയും ഈ ഉള്ളവനത നമസ്കരിക്കുകയാണ്. കാരണം ഇതൊക്കെ ഈശ്വരനാണ്. ഇതെല്ലാം ഈശ്വരനാണ്. ഈശ്വര ഭാവത്തിൽ കണ്ടുകൊണ്ട് നമസ്കരിക്കണം. ഏറ്റവും അവസാനം പറഞ്ഞു ഒരു ആശംസയാണ്. ഏറ്റവും അവസാനം ഈ ശ്ലോകത്തിന്റെ ഏറ്റവും അവസാനത്തെ 1-2 പദങ്ങൾ നോക്കൂ. ശിവം അസ്തു രാജ്ഞ. എന്താ അവിടെ പറയുന്നത്? ശിവം അസ്തു രാജ്ഞ. ഈ ലോകത്തുള്ള സർവ രാജാക്കന്മാർക്കും ശിവം ഉണ്ടാവട്ടെ. ശിവം എന്ന് വെച്ചാൽ പുണ്യം, സുഹൃതം ഉണ്ടാവട്ടെ, ക്ഷേമം ഉണ്ടാവട്ടെ. എന്തേ ഈ സർവ രാജാക്കന്മാർക്കും ക്ഷേമം ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം, രാജാവിന് ക്ഷേമം ഉണ്ടായിക്കഴിഞ്ഞാൽ, രാജാവിന് സൗഖ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രാഷ്ട്രത്തിന് സൗഖ്യമാണ്, ഈ ലോകത്തിന് സൗഖ്യമാണ്. അപ്പൊ എല്ലാ രാജാക്കന്മാരും നന്നായി ഇരുന്നു കഴിഞ്ഞാൽ ഈ ഭൂഗോളത്തുള്ള, ഈ ലോകത്തുള്ള എല്ലാവരും ഒരേ മനസ്സുള്ളവരായിട്ട് തീരുന്നുണ്ട്. ഏവർക്കും ആ ഭഗവത് പദത്തില് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു അത്യത്ഭുതമായ ഒരു പ്രയോഗം കൂടി ശുകദേവരുടെ ഭാഗത്ത് നിന്ന് ഇവിടെ കാണാം. തൊട്ടടുത്ത ആ ശ്ലോകം നോക്കൂ. ഇത് രസമായിട്ട് പറയണമെന്നല്ലേ. ഇത്യേവം ഉത്തരാമാത സവൈ ബ്രഹ്മശ്രീ സുത സിന്ധുപതയ. വേറെ എവിടെയും പ്രയോഗിക്കാത്ത ഒരു സംഗതിയാണ്. ഇപ്രകാരം ഇവിടെ പരീക്ഷത്തിന് വിളിക്കുകയാണ്, പരീക്ഷത്തിനെ വിശേഷിപ്പിക്കാൻ. ഉത്തരാമാത അർത്ഥം എന്താ വെച്ചാൽ ഉത്തരാദേവിയെ അമ്മയായിട്ട് കിട്ടിയവനെ. തിരിച്ചു പറഞ്ഞാൽ മതി, ഉത്തരയുടെ മകനെ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല പറഞ്ഞതേ. അപ്പോൾ മഹതിയാണ് ഉത്തര, ആ ഉത്തരയുടെ മഹത്വമാണത്. അപ്പോൾ ഇത്യേവം ഉത്തരാമാത, ഉത്തരയെ അമ്മയായി കിട്ടിയ പരമഭാഗ്യവാനാണ് താങ്കൾ. അപ്പോൾ നല്ല അമ്മയുടെ നല്ല മകനാണ് ഭാഗവതം കിട്ടുന്നത്. നല്ല അമ്മയുടെ നല്ല മക്കൾക്കാണ് ഈശ്വരനോട് നന്നായിട്ട് അടുക്കാനായിട്ട് സാധിക്കുക. നല്ല മാതാപിതാക്കളുടെ സന്താനങ്ങളായിട്ട് ജനിക്കണമെങ്കിൽ അതിനും ഒരു പുണ്യം, ഒരു സുഹൃതം ഉണ്ടാവണം. ആ ഭാഗ്യമുള്ള പരീക്ഷത്തെയാണ് ഉത്തരയുടെ മകനായതുകൊണ്ട് മാത്രം താങ്കൾ കേട്ടതെന്നാണ്. താങ്കൾ ഉത്തരയുടെ മകനാണ് എന്ന കാരണം കൊണ്ടാണ് ഈ ശുകദേവര് ഈ ഭരതോപാഖ്യാനം പരീക്ഷത്തിനായിട്ട് വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. തുടർന്ന് ഭരതൻ ഭഗവത് പദത്തിൽ ലയിച്ചു, ഭരതന്റെ വംശമൊക്കെ പറയുന്നുണ്ട്. 15-ാമത്തെ അധ്യായം അത്രയും പറഞ്ഞ് അവിടെ സമർപ്പിക്കുകയാണ്. ഇനിയുള്ള പഞ്ചമത്തിലെ ഭാഗങ്ങൾ തൽക്കാലം ഒന്നങ്ങോട്ട് ചാടുകയാണ്, ക്ഷമിക്കുക. അടുത്ത അധ്യായങ്ങൾ 16 മുതൽ
25 അധ്യായത്തിൽ പറയുന്നത് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞുതരാം. ഭൂഗോള വർണ്ണന, ജംബൂദ്വീപുകളെ വർണ്ണിക്കുന്നുണ്ട്. പിന്നീട് പറഞ്ഞത് ജ്യോതിർഗോളത്തെ വർണ്ണിക്കുന്നുണ്ട്. ഓരോരോ ഗ്രഹങ്ങളും തമ്മിൽ നിൽക്കുന്നതായ അകലത്തെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഓരോരോ ഗ്രഹങ്ങളെ കുറിച്ചും വർണ്ണിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുമ്പോൾ പതുക്കെ ഒന്ന് ജാതകമൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് ഇങ്ങനെ നോക്കുക. അതിലിങ്ങനെ ഒരു 12 കള്ളി ഇങ്ങനെ കാണാം. ആ 12 കള്ളി ഇങ്ങനെ കാണുന്ന സമയത്ത് ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയാൽ അതിൽ ല എന്ന് എഴുതിയിട്ടുണ്ട്. വേറൊരു ഭാഗത്ത് ഇങ്ങനെ നോക്കുമ്പോൾ അതാ ര എന്ന അക്ഷരം കാണുന്നുണ്ട്. ഒന്നുകൂടെ നോക്കിയ സമയത്ത് അതാ മ കു ഭൂ ഷു എന്നൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ടാണ് ചിലപ്പോൾ ഒരു പരിഭ്രമം ഉണ്ടാവുക. ഇനി ഇതെങ്ങാനും നേരാവണ്ണം നിൽക്കാഞ്ഞിട്ടാണോ എൻ്റെ ഗുരുവായൂരപ്പ എനിക്കൊന്നും നേരെയാവാത്തത്? എന്നാൽ ഇവരാരും പിഴയ്ക്കാറില്ല. ഇതൊക്കെ ആരാ? സർവഗ്രഹരൂപീ പരാൽപര. ഈ സർവഗ്രഹങ്ങളുടെയും രൂപം ധരിച്ചിരിക്കുന്നത് ആ സർവേശ്വരൻ മാത്രമാകുന്നു. അത് വേണ്ടത് ഗ്രഹക്ഷതാരാമയമാതിദേവികം പാപാവഹം മന്ത്രകൃതാം സകാത്രികാലം നമസ്യത സ്മരതോ വാതൃകാലം നശ്യേത തൃക്കാലജമാശുഭാവം. സർവഗ്രഹങ്ങളെയും ത്രികാലം 3 കാലങ്ങളിൽ നമസ്കരിച്ചോളൂ. ഈ സർവഗ്രഹങ്ങളെയും നമസ്കരിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ അനുഗ്രഹിക്കുന്നവരാണ്, സദാ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. എല്ലാം ആ ഭഗവാന്റെ അംശങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. തുടർന്ന് 14 ലോകങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം കേട്ട് അനന്തമഹിമയും കേട്ട് പരീക്ഷിച്ച് ചോദിച്ചു, നരകം എന്ന് പറഞ്ഞൊരു ലോകമുണ്ട്, ആ ലോകത്തെക്കുറിച്ച് ഒന്ന് അറിഞ്ഞാൽ തിരക്കിടില്ല എന്ന് പറയും. ആ നരക ലോകത്തെക്കുറിച്ചും അവിടെ വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുത്തു. നരക വർണ്ണനയോട് കൂടിയിട്ടാണ് പഞ്ചമസ്കന്ധം അവിടെ സമാപിക്കുന്നത്. അടുത്തത് പോഷണം എന്ന ലക്ഷണത്തെ വർണ്ണിക്കുന്ന ഷഷ്ടസ്കന്ധമാണ്, 6ാമത്തെ സ്കന്ധം. അതിൽ 1ാമത്തെ അധ്യായം തുറന്നു വയ്ക്കും. ഷഷ്ടസ്കന്ധത്തിലെ 1ാമത്തെ അധ്യായം. അവിടെ പരീക്ഷിത മഹാരാജാവ് പറയുന്നു, നിവൃത്തിമാർഗകഥിത ആദോ ഭഗവതായഥ ക്രമയോഗോപലബ്ധേന ബ്രഹ്മണാ യഥ സംശ്രുതി. ഒരുപാട് മാർഗങ്ങള് ഗുരുദേവ അങ്ങ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിവൃത്തിമാർഗം പറഞ്ഞു തന്നിട്ടുണ്ട്. ക്രമമുക്തിയെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ദ്വിതീയ സ്കന്ധത്തിലൊക്കെ ആ ക്രമമുക്തിയെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രവൃത്തി ലക്ഷണശ്ചൈവ ത്രൈഗുണ്യ വിഷയോ മുനി. ഗുണങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സാഖ്യാദി ശാസ്ത്രങ്ങളെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അധർമ്മ ലക്ഷണ നാനാ നരകശ്ചാനുവർണിതാഹ. അധർമ്മത്തെക്കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അധർമ്മ ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുന്ന ആ നരകത്തെക്കുറിച്ച് ഇപ്പൊ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഘോരമായിരിക്കുന്ന നരകത്തെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. മന്വന്തരത്തെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയപ്രദന്റെയും ഉത്താനപാദന്റെയും ചരിതങ്ങൾ വിസ്തരിച്ച് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയപ്രദ ഉത്താനപാദ ചരിതങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ധരാമണ്ഡല സംസ്ഥാനം, ഈ ഭൂമിയുടെ നിലനിൽപ്പ്, ഇതിന് ചുറ്റുമുള്ള കാര്യങ്ങൾ, ജ്യോതിർഗോളങ്ങളെ കുറിച്ച് അങ്ങ് ഈ പഞ്ചമസ്കന്ധത്തിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അറിയേണ്ടത് എന്താ വെച്ചാൽ, ഈ തെറ്റുകൾ ചിലപ്പോൾ അറിയാണ്ടൊക്കെ ചെയ്തു പോകുന്നുണ്ട്. ഈ അറിഞ്ഞു ചെയ്താലും അറിയാണ്ട് ചെയ്താലും നരകമുണ്ടേ. അപ്പൊ ഇതിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം ഒന്ന് പറഞ്ഞു തന്നാൽ തിരക്കിടില്ല. അതിൻ്റെ ഉത്തരാണ് ഈ പോഷണം, അതായത് ഈ ഷഷ്ടസ്കന്ധം. ഇപ്രകാരം പരീക്ഷത്തിന്റെ വാക്കുകൾ കേട്ട സമയത്ത് ശുഭദേവന് പറഞ്ഞു, പരീക്ഷത്തെ അങ്ങയുടെ ഒരു താല്പര്യത്തെ അംഗീകരിക്കുന്നു. അങ്ങ് അറിയണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചല്ലോ. ഇപ്പോൾ എന്തെങ്കിലും അസുഖം ബാധിച്ചു എന്ന് വിചാരിക്കാം. അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആരെയെ കാണാൻ പോണത്? വൈദ്യരെ കാണാൻ പോകണ്ടേ. അപ്പൊ ഈ വൈദ്യര് തൻ്റെ മുമ്പിൽ വന്ന രോഗിയെ ചികിത്സിച്ച് വൈദ്യൻ മരുന്ന് നിർദ്ദേശിക്കും. വൈദ്യൻ നിർദ്ദേശിക്കുന്ന മരുന്ന് ശ്രദ്ധാപൂർവം സേവിച്ചു കഴിഞ്ഞാൽ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഇതുപോലെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത തെറ്റെന്താണ് എന്ന് സ്വയം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം. ആ ചെയ്ത തെറ്റിനനുസരിച്ച് പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഇത് കേട്ടിട്ട് പരീക്ഷത്തിന് ഒരു തൃപ്തി ഉണ്ടായില്ല. ഇതിപ്പോൾ ഏതുപോലെയാ? ഇതിപ്പോൾ വലിയ സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല. ഈ തെറ്റ് ചെയ്യുക, അതിന് പരിഹാരം ചെയ്യുക,
ഇത് മന്യേ കുഞ്ചര ശൗചവത്ത് എന്ന് പറയും. കുഞ്ചരൻ എന്ന് വെച്ച ആന, ശൗചം എന്ന് വെച്ച കുളി. അപ്പൊ ഈ ആനയെ കുളിപ്പിക്കുന്നത് പോലെ ഈ പരിഹാര ക്രിയകളൊക്കെ ഉള്ളൂന്നാ. ഈ ആനക്കാരൻ വെള്ളത്തിൽ കിടത്തിയിട്ട് ആനയെ തേച്ചാണ് കുളിപ്പിക്കും. ഈ ആനക്കാരൻ അങ്ങോട്ട് മാറേണ്ട താമസം ഈ ജന്തു എന്ത് ചെയ്യും, താഴേന്ന് മണ്ണ് വാരിയിട്ട് അതിന് തലയ്ക്കാൻ കണ്ടിട്ടും. ഇപ്പൊ കുളിപ്പിച്ചിട്ട് ഇപ്പൊ എന്താ വിശേഷം? ഇതേപോലെയാണ് ഈ തെറ്റുകളും പരിഹാരങ്ങളും. അപ്പൊ അതുകൊണ്ട് ഈ മാർഗമല്ല എനിക്ക് കേൾക്കേണ്ടത്, ശാശ്വതമായിട്ടുള്ള മാർഗം കേൾക്കണം. സന്തോഷമായി ശ്രദ്ധിക്കണേ. പ്രത്യേകിച്ച് ഭാഗവതം പഠിക്കുന്നവരാണെങ്കിൽ ഷഷ്ഠസ്കന്ധത്തിലെ 11 മുതൽക്കുള്ള ചില ശ്ലോകങ്ങൾ എടുത്തു പറയാം, അത് മറക്കാൻ പാടില്ല. ഷഷ്ഠസ്കന്ധ 1-ാമത്തെ അധ്യായത്തിലെ 11 മുതലുള്ള ചില ശ്ലോകങ്ങൾ. കർമ്മണ കർമ്മനിർഹാര നഹി ആത്യന്തിക ഇഷ്യതേ അവിദിത്വാദികാരിത്വാത് പ്രായശ്ചിത്തം വിമർശനം. ഈ പരിഹാരം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, നേരായ അർത്ഥം എടുക്കാവൂ. ഈ പരിഹാരം എന്ന് പറയുന്നത് വിദ്വത് മാർഗമല്ല എന്നാണ്. ഇത് പിന്നെ ആരുടെ മാർഗം? അവിദ്വാൻമാരുടെ മാർഗമാണത്രേ ഈ പരിഹാരം എന്ന് പറയുന്നത്. അപ്പൊ എന്താ വിദ്വത് മാർഗം? പരിഹാരം ചെയ്യേണ്ട ഗതികളുടെ ജീവിതത്തിൽ വരുത്താതിരിക്കാൻ. അതാണ് വിദ്വത് മാർഗം എന്ന് പറയുന്നത്. അപ്പൊ പരിഹാരം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവരുത്, ജീവിതത്തിൽ ഇല്ലാതെ നോക്കുക വേണ്ടത്. ഇന്നേ വരെ ശ്രദ്ധിച്ചു കേട്ടോളൂ, ഇന്നേ വരെ ഒരു കർമ്മം കൊണ്ട് മറ്റൊരു കർമ്മത്തിന്റെ ഫലത്തെ ഇല്ലാതാക്കി തീർക്കാനുള്ള വിദ്യ ആരും കണ്ടുപിടിച്ചിട്ടില്ല, ആരും കണ്ടുപിടിക്കാണ്ട് പോകുന്നില്ല. മനസ്സിലായില്ലേ? നല്ല സന്ദേശമാണ് തൊട്ടടുത്ത ശ്ലോകം. ന അശ്നതഃ പഥ്യം ഏവ അന്നം വ്യാധിയോപി ഭവന്തി ഏവം നിയമകൃത് രാജൻ ശനൈഃ ക്ഷേമായ കൽപ്പതേ. ന അശ്നതഃ പഥ്യം ഏവ അന്നം. പഥ്യം അന്നം, ശുദ്ധമായ അന്നം. അപ്പൊ ശുദ്ധമായ പദാർത്ഥങ്ങള് ആഹരിക്കുന്ന ഒരു വ്യക്തിക്ക് രോഗം ഉണ്ടാകുന്നില്ല. അപ്പൊ രോഗം എങ്ങനെ ഉണ്ടാവണത് എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ? അപ്പൊ ശുദ്ധമായ ആഹാരം ശുദ്ധമാണ്, ആഹാരം പവിത്രമാണ് എങ്കിൽ അവിടെ രോഗം ഉണ്ടാകുന്നില്ല. ഇന്നലെ പറഞ്ഞ പോലെ ഇത് മാത്രമല്ല ആഹാരം, ഇത് ശുദ്ധാവണം, ഇതിലൂടെ കയറുന്ന ശുദ്ധാവണം, ഇതിലൂടെ കയറുന്ന ശുദ്ധാവണം. ഇതൊക്കെ ശുദ്ധമാണെന്ന് വയ്ക്കുക, നല്ലത് മാത്രമാണ് ഇതിലൂടെയൊക്കെ ആഹരിക്കണയ്ക്കുക, എന്നാൽ രോഗം ഉണ്ടാവില്ല. ഇപ്രകാരം ചിന്തിച്ചാൽ, മറക്കരുത്, ഇപ്രകാരം ചിന്തിച്ചാൽ ഏവം, ആ ശ്ലോകത്തിന്റെ അടുത്ത ഭാഗം നോക്കാം. ഏവം നിയമകൃത് രാജൻ ശനൈഃ ക്ഷേമായ കൽപ്പതേ. നല്ല ചിട്ടയോട് കൂടിയിട്ട്, സമ്പ്രദായത്തോട് കൂടിയിട്ട്, നല്ല ആചാരത്തോട് കൂടിയിട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ പാപവും ബാധിക്കുന്നില്ല. അപ്പോൾ ഒരർത്ഥം കൂടി വായിച്ചെടുക്കണം. എപ്പോഴായി പാപം ഉണ്ടാവുക? ഈ പറഞ്ഞതിൻ്റെയൊക്കെ വിപരീതം എടുത്താൽ മതി. ജീവിതചര്യയിൽ വ്യത്യാസം വരുമ്പോൾ, സമ്പ്രദായത്തിന് വിരുദ്ധമാവുമ്പോൾ, അപ്പോഴാണ് ഈ പാപം ഉണ്ടാവുന്നത്. ഇനി ഈ ശ്ലോകത്തിന്റെ സൂക്ഷ്മാർത്ഥം എന്താ വെച്ചാൽ, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് രോഗം വരാണ്ട് നോക്കാൻ. ഇപ്പൊ സാധാരണ നമുക്കൊക്കെ ചിലത് പറയാൻ അഭിമാനം, എനിക്ക് ഇന്ന അസുഖമുള്ളത്, എനിക്ക് ഇന്ന രോഗമുള്ളത്, എനിക്ക് ഇത് കേമത്തൊന്നുമല്ല, ഇത് എനിക്ക് ഷുഗർ ഉണ്ട്, എനിക്ക് പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഇതൊക്കെ ഇങ്ങനെ കേമായിട്ട് ചിലത് പറയാം. എന്തോ നാഷണൽ അവാർഡൊക്കെ കിട്ടിയ പോലെ എനിക്ക് അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറയണതേ. ഒരു കാര്യം മനസ്സിലാക്കുക, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവനവന്റെ കൊള്ളരുതായ്മയാണ് കാണിക്കുന്നത്, യോഗ്യതയല്ല അവിടെ കാണിക്കുന്നത്. നമ്മുടെ ജീവിതചര്യയിലുള്ള വ്യത്യാസമാണ് ഈ രോഗങ്ങളൊക്കെ വന്ന് പിടികൂടാൻ കാരണം. മനസ്സിലായില്ലേ? ഇതുപോലെ ചിന്തിച്ചാൽ പാപം ചെയ്ത് പരിഹാരം അന്വേഷിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് പാപം ചെയ്യാണ്ടിരിക്കാൻ. ശ്രീമദ് ഭാഗവതം പരിഹാര മാർഗമല്ല പറഞ്ഞത്, പരിഹാരം ചെയ്യേണ്ട ഗതികേട് ജീവിതത്തിൽ വരുത്താതെ നോക്കാനാണ് ഭാഗവതം പറഞ്ഞിരുന്നത്. നോക്കൂ,
അപ്പൊ ഈ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ ഏവം നിയമകൃതരാജൻ എന്ന് പറഞ്ഞില്ലേ, ഒരു ചിട്ട ഉണ്ടാവണം, ഒരു സമ്പ്രദായം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ എന്താണ് ആ സമ്പ്രദായം? ആ സമ്പ്രദായമാണ് തൊട്ട് താഴത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. തപസാ ബ്രഹ്മചര്യേണ ശമേന ദമേന ച ത്യാഗേന സത്യശൗചാഭ്യാം യമേന നിയമേന ച. ഇതൊക്കെ ഉണ്ടാവണം എന്ന് പറയാം. ഏതൊക്കെ? തപസ്സുണ്ടാവണം, ബ്രഹ്മചര്യം ഉണ്ടാവണം, ക്ഷമ ഉണ്ടാവണം, ദമുണ്ടാവണം, ത്യാഗം ഉണ്ടാവണം, സത്യം ഉണ്ടാവണം, ശുചിത്വം, ശൗചാഭ്യാം എന്ന് പറയും. ഈ ശൗചാഭ്യാം എന്ന് പറഞ്ഞ രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് ആന്തരിക, ഒന്ന് ബാഹ്യ. അതാണ് ശൗചാഭ്യാം എന്ന് പറയുന്നത്. ശുചിത്വം ഉണ്ടാവണം, യമ ഉണ്ടാവണം, നിയമം ഉണ്ടാവണം. അപ്പൊ ചോദിക്കാം, എന്താണ് തപസ്, എന്താണ് ബ്രഹ്മചര്യം, എന്താണ് ശമം, എന്താണ് ദമം? അപ്പൊ ഇന്നലെയൊക്കെ പറഞ്ഞ പോലെ അത് അവസാനം പറഞ്ഞു തരാട്ടോ. ഇതൊക്കെ പറയുന്നത് ഏകാദശത്തിലാണ്. ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം. അപ്പൊ ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുക, ചുരുക്കം പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടാവുക എന്ന് വിചാരിച്ചോളൂ. എന്നാലും ഈ ചില പാപങ്ങളൊക്കെ അറിയാണ്ട് ചെയ്തുകൊണ്ട് വേണിച്ചിട്ടൊന്നുമില്ല. അറിയാതെ എത്രയോ പാപങ്ങൾ ജീവിതത്തിൽ പറ്റിപ്പോവാറുണ്ട്. ഇപ്പൊ നടന്നു പോണ സമയത്ത് നേരത്തെ പറഞ്ഞ ഭരതനെ പോലെയൊന്നുമല്ല നമ്മളിപ്പോൾ നടക്കുന്നത്, അല്ലേ? എത്രയോ സൂക്ഷ്മാണുക്കള് നമ്മുടെ കാലിൻ്റെ അടിയിൽ പെട്ട് ഇല്ലാതായിത്തീരുന്നുണ്ട്. ഇപ്പൊ സന്ധ്യക്കൊക്കെ വീട്ടിൽ വെറുതെ ഉമ്മർത്തിരിക്കുന്ന സമയത്ത് വെറുതെ ഠേ ഠേ എന്നും പറഞ്ഞ് അവിടെ ഇവിടെ കൂട്ടുണ്ട്. ഇതൊക്കെ ചിത്രഗുപ്തൻ അവിടെ എഴുതി വെക്കുന്നുണ്ട്. നേരെ മുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ എണ്ണം കൊടുക്കണം. അപ്പുക്കുട്ടൻ, ഉത്രട്ടാതി 48, ദാക്ഷായണി അമ്മ, രേവതി നക്ഷത്രം ഇന്ന് 75 എണ്ണത്തെ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ എണ്ണം കൊടുക്കണം. ഇതൊക്കെ എണ്ണം കൊടുത്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞതിന് പാപമുണ്ട്. അതുപോലെ സംസാരിക്കുന്ന സമയത്ത് ഈ സംസാരിക്കുന്നത് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല, അത് വ്യക്തിസ്വാതന്ത്ര്യമാണ്, പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ ഇപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഓരോരുത്തരുടെയും ഇഷ്ട അനിഷ്ടങ്ങൾ നോക്കിയിട്ട് പറയാനും പറ്റില്ല. ഇപ്പൊ നിങ്ങളാരും വിചാരിക്കില്ല, നിങ്ങളാരും പറയില്ല, വിചാരിക്കുക പോലുമില്ല. എങ്കിലും ആശയം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയണം. ഇപ്പൊ ഈ കൂട്ടത്തില്, നമ്മുടെ ഈ കൂട്ടത്തില് ആരെങ്കിലും ഒരാള് വെറുതെ പറയണ്ട, ഇവിടെ ഇരുന്ന് വിചാരിച്ചാൽ മതി. എന്തൊക്കെയാ ആ കോഴിക്കോട് നിന്ന് വന്ന ഈ ചങ്ങായി ഇവിടെ ഇരുന്ന് പറയുന്നത് എന്ന് വെറുതെ വിചാരിച്ചാൽ മതി. അങ്ങനെ വിചാരിച്ചാൽ തന്നെ ആ വിചാരം എന്തായി? ഈ പറയുന്ന ആൾക്ക് പാപമായിട്ട് മാറി. പക്ഷെ നമുക്ക് അങ്ങനെ നോക്കിയിട്ട് ഈ പൊതുവേദിയിൽ നിന്ന് സംസാരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതൊക്കെ കൊണ്ടുവയ്ക്കണ്ടേ, ഇതൊക്കെ എടുത്തു വെക്കണ്ടേ? പേടിക്കണ്ടെന്ന് പറഞ്ഞു. കേജിൽ അടുത്ത ശ്ലോകം നോക്കും. കേജിൽ കേവലയാ ഭക്ത്യാ വാസുദേവപരായണ. കേവലയാ ഏകയായ ഒരു ഭക്തി ഉള്ളിലുണ്ടെങ്കിൽ അത് ആർക്കാ ഉണ്ടാവുക? വാസുദേവപരായണ. വാസുദേവനോട് താല്പര്യമുള്ളവർക്ക് അവരുടെ ഉള്ളിൽ നിന്ന് അഘം ധുന്നുന്തി കാർസ്നേന നിഹാരം ഇവ ഭാസ്കര. അവരുടെ ഉള്ളിൽ നിന്ന് അഘം എന്ന് വെച്ച പാപം, ധുന്വന്തി ഇല്ലാതായി തീരണോ. കാർസ്നേന വെച്ച സമസ്തമായിട്ട്, പൂർണ്ണമായിട്ട്. അത് ഉപമിച്ചു എന്തിനോടാ? നീഹാരം എന്ന് വെച്ചാൽ മഞ്ഞ്. ഭാസ്കരൻ എന്ന് വെച്ചാൽ സൂര്യൻ. അപ്പൊ സൂര്യൻ ഉദിച്ച എങ്ങനെയാണോ മഞ്ഞ് ഉരുകി ഇല്ലാണ്ടായി തീരുക, ഇതേപോലെ അകത്ത് ഭക്തിയാകുന്ന ആ സൂര്യൻ ഒന്ന് ഉദിച്ചു കഴിഞ്ഞാൽ അടിഞ്ഞുകൂടിയ പാപം ഉരുകി ഇല്ലാതായി തീർന്ന് ഈ മനസ്സ് ശുദ്ധമാകുന്നു. ഇപ്രകാരം മനസ്സിലാക്കുക. മനസ്സവിടെ ശുദ്ധമായിട്ട് തീരുന്നു. എന്നാൽ ഭക്തി ഇല്ലാത്തവരുടെ അവസ്ഥയാണെങ്കിലോ? അടുത്തൊരു ശ്ലോകത്തിൽ പറഞ്ഞു, പ്രായശ്ചിത്താനി ജീർണാനി നാരായണ പരമുഖ നിഷ്പുണന്തി രാജേന്ദ്ര സുരാകുംഭം ഇവാപക. നാരായണ വിമുഖന്മാരായിട്ട് നടക്കുന്നവരുടെ അവസ്ഥയാണ് വന്നത്. അവരെന്താ ചെയ്യുക? ഇന്ന് തെറ്റ് ചെയ്യും, നാളെ പരിഹാരം ചെയ്യും, അടുത്ത ദിവസം വേറൊരു തെറ്റ് ചെയ്യും, അടുത്ത ദിവസം വേറൊരു പരിഹാരം ചെയ്യും. ഇവരുടെ മനസ്സ് ഇതുപോലെ സുരാകുംഭ. സുര എന്ന് വെച്ചാൽ മദ്യം, കുംഭം എന്ന് വെച്ചാൽ കുടം എന്ന് പറയാൻ എളുപ്പം മദ്യക്കുപ്പി. താല്പര്യമുണ്ടെങ്കിൽ, പറ്റുമെങ്കിൽ അതിൽ ഒരെണ്ണെടുത്ത് നേരെ വടക്കോട്ട് പോവുക. ഒരു 2250 കിലോമീറ്റർ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പവിത്ര നദി ഒഴുകുന്നുണ്ട്, ഗംഗ.
ആ ഗംഗയിൽ ഈ കൊണ്ടുപോയ സാധനം ഒരു 10,008 തവണ മുക്കുക. 10,008 തവണയല്ല, 1,00,000 തവണ മുക്കിക്കഴിഞ്ഞാലും അകത്തിരിക്കുന്ന ആളുടെ സ്വഭാവം മാറാൻ വലിയ പ്രയാസം. ഇതേപോലെയാണ് ഈ കർമ്മഠന്മാരുടെ അവസ്ഥ എന്നാണ് അവിടെയല്ല എത്തേണ്ടത്. പക്ഷെ അങ്ങ് പേടിക്കണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? കുറച്ചെങ്കിലും നാമം ജപിക്കുന്നവരാണെങ്കിൽ അവരുടെ സ്വപ്നത്തിൽ പോലും യമനാവട്ടെ യമകിങ്കരന്മാരാവട്ടെ വരില്ല. ഇത് വെറുതെ പറയുന്നല്ല, ഉദാഹരണമുണ്ട്. ഒരു ആശയം പറഞ്ഞിട്ടാണ്, ആ ആശയത്തെ സമർത്ഥിക്കാനാണ് ചില കഥകൾ ഉദാഹരിക്കുന്നത്. ഇത് ഭാഗവതത്തിന്റെ ശൈലിയാണ്. ഇതാ അജാമിളന്റെ കഥ എന്ന് പറയുന്നതിന് പകരം വേണമെങ്കിൽ അജാമിളന്റെ കഥ എന്ന് നേരിട്ട് പറഞ്ഞു പോയാൽ മതി. അത് പറയുന്നതിന് പകരം ഈ കഥയുടെ മർമ്മമാണ് വ്യാസഭഗവാൻ ആദ്യം പുറത്തേക്ക് എടുത്തിട്ടത്. ഈ കഥയുടെ മർമ്മം ഏതാ? ദൂതാനാം വിഷ്ണുയമയോഹോ സംവാദം. ഇതിന്റെ പേരിൽ ഒരു കാലത്ത് വിഷ്ണുദൂതന്മാരും യമദൂതന്മാരും തമ്മിൽ തർക്കം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇത് കേൾക്കാൻ ഒരു താല്പര്യം ഉണ്ടാവുക. എന്തിനീ തർക്കം ഉണ്ടായത് അല്ലേ? മറ്റത് മനസ്സിലാവില്ല, സംഗതി എന്താ മനസ്സിലാവില്ല. ഒരു അജാമിളന്റെ കഥ പറയാൻ പോവാട്ടോ എന്ന് പറഞ്ഞാൽ സംഗതി മനസ്സിലാവില്ല. അപ്പൊ വിഷ്ണുദൂതന്മാരും യമദൂതന്മാരും തമ്മിൽ എന്തിനാണ് തർക്കിച്ചത്? അതറിയണം. എന്നാ ആ കഥ പറഞ്ഞുതരാന്ന് പറയാം. അങ്ങനെയാണ് ആ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അജാമിളന്റെ കഥയിലേക്ക് പോകുന്നത്. അജാമിള ഈ ശബ്ദത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. അജാ എന്ന് നീട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്കിന്റെ അർത്ഥം എന്താ വെച്ചാൽ മായ എന്നാണ്. മീളന എന്ന വാക്കിന്റെ അർത്ഥം ചേർന്നത് എന്നാണ്. അപ്പൊ ചേർത്ത് വായിച്ചാൽ എന്തായി? മായയോട് ചേർന്നത്. അജാമിളിന്റെ അർത്ഥം മനസ്സിലായില്ലേ? മായയോട് ചേർന്നത്. ഇനി മറ്റൊരു ശൈലി പറഞ്ഞ അജ അജഹ എന്ന് അവിടെ അങ്ങോട്ട് മുറിച്ചു കഴിഞ്ഞാലോ ഈ ശബ്ദത്തിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഈശ്വരൻ എന്നാണ്. അടുത്തത് ചേരാത്തതുമാണ്. അപ്പൊ അത് കൂട്ടി വായിച്ചാൽ എന്താ ഉത്തരം കിട്ടുക? ഈശ്വരനോട് ചേരാത്തത്. അപ്പോൾ അജാമിള അവസ്ഥ എന്ന് പറഞ്ഞാൽ അജാമിളൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് മായയോട് ചേർന്നത്, മായാനാഥനായിരിക്കുന്ന ഈശ്വരനോട് ചേരാത്തത്. പണ്ട് കാന്യാകുബ്ജം എന്ന ഗ്രാമത്തിലെ ദാസീപതിയായിരിക്കുന്ന അജാമിളൻ എന്ന ഒരു ബ്രാഹ്മണൻ 88ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് 10ാമത്തെ ഉണ്ണി ഉണ്ടായി. ആ ഉണ്ണിക്ക് നാരായണൻ എന്ന് പേരിട്ടു. വയ്യാതായ സമയത്ത് യമകിങ്കരന്മാർ 3 പേര് അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നു. ആ ഭീകര രൂപങ്ങൾ കണ്ട് അജാമിളനാകെ പേടിച്ചുപോയി. തൊട്ടടുത്ത് തൻ്റെ 10ാമത്തെ ഉണ്ണി നാരായണൻ കളിക്കുന്നുണ്ട്. അവൻ പേടിക്കരുത് എന്ന് കരുതി ഈ അജാമിളൻ ഉച്ചത്തില് നാരായണ, അത് പൂർണ്ണമായില്ല എങ്കിലും നാരായണ എന്ന് വിളിച്ചു. ആ വിളി കേട്ടു. ആരാ വിളി കേട്ടിരിക്കണത്? ഭർത്തുഹു നാമ മഹാരാജ പാർഷദാൻ. ഭഗവത് പാർഷദന്മാർ അവിടെ ഉണ്ടായിരുന്നു. അവർ സർവത്ര നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവരില് ചിലരാണ് ഈ ശബ്ദം കേട്ടത്. ഭർത്തുഹു നാമ, തങ്ങളുടെ നാഥന്റെ നാമം കേട്ടു എന്നാണ്. പെട്ടെന്ന് ഈ 4 പേരാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. പിന്നെ ഇവർ തമ്മിൽ തർക്കിക്കുകയായി. യമകിങ്കരന്മാര് ഇദ്ദേഹം ചെയ്ത തെറ്റുകൾ എണ്ണി പറഞ്ഞു. അപ്പൊ ഈ വിഷ്ണുഭാഷകന്മാര് അതിനൊക്കെ പരിഹാരമായി എന്ന് പറഞ്ഞു. എന്താ പരിഹാരം? ഇദ്ദേഹത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതായ 4 അക്ഷരം കേട്ടില്ലേ, അതന്നെയാണ് പരിഹാരം. അതിപ്പോ നിങ്ങളെ വിളിച്ചതല്ലോ, ആരെ വേണമെങ്കിൽ വിളിച്ചോട്ടെ. സാങ്കേത്യം പാരിഹാസ്യം വാ സ്തോഭം ഹേളനമേവ വാ വൈകുണ്ഠ നാമഗ്രഹണം. ആര് വിളിച്ചു എന്നൊരു ചോദ്യം ഇവിടെയില്ല. ഭഗവത് നാമാണ് പുറത്തേക്ക് വന്നത്. പറഞ്ഞു വരുന്നത് ഈശ്വരീയമായിട്ടുള്ള നാമങ്ങള് അറിഞ്ഞ് ജപിച്ചാലും അറിയാതെ ജപിച്ചാലും അതിന് ഫലമുണ്ട്. മരുന്ന് അറിഞ്ഞു കഴിച്ചാലും അറിയാതെ കഴിച്ചാലും അത് അതിൻ്റെ ഫലം ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒന്നുകൂടെ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ നല്ല നല്ല വാക്കുകൾ അറിഞ്ഞു പറഞ്ഞാലും അറിയാതെ പറഞ്ഞാലും അതിന് ഫലമുണ്ട്, അതിന് ഗുണമുണ്ട്. ഇത് മാത്രം കേട്ടാൽ പോരാ, ഇതിൻ്റെ വിപരീതാർത്ഥം കൂടി ഒരുമിച്ച് വായിച്ചെടുക്കണം. എന്താ വിപരീതാർത്ഥം? നല്ല വാക്കുകൾ അറിഞ്ഞു പറഞ്ഞാലും അറിയാതെ പറഞ്ഞാലും ഗുണമുണ്ട്. നേരെ അതിൻ്റെ വിപരീതാർത്ഥം വായിച്ചു നോക്കൂ. ചീത്ത വാക്കുകൾ അറിഞ്ഞു പറഞ്ഞാലും അറിയാതെ പറഞ്ഞാലും അവിടെ ഗുണമുണ്ടോ? ദോഷമുണ്ട് അല്ലേ? നേരത്തെ പറഞ്ഞല്ലോ, മരുന്ന് അറിഞ്ഞു കഴിച്ചാലും അറിയാതെ കഴിച്ചാലും അതിന് ഫലമുണ്ട്, അത് ഗുണം ചെയ്യുന്നുണ്ട്. ഇതേപോലെ വിഷം അറിഞ്ഞു കഴിച്ചാലും അറിയാതെ കഴിച്ചാലും അത് ദോഷം ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞു വരണത് അറിയാതെ പോലും
അബദ്ധവശാ പോലും വേണ്ടാത്ത വാക്കുകൾ നമ്മുടെ ഉള്ളത് പുറത്തു വരാതിരിക്കാൻ ആ ഭഗവാൻ നമ്മളെ തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ അജാമിളനെ ഉപേക്ഷിച്ച് ഈ വിഷ്ണു പാർഷദന്മാരും പോയി, യമകിങ്കരന്മാരും പോയി. അപ്പോൾ കഥ കേട്ടുകൊണ്ടിരുന്ന പരീക്ഷത്ത് ചോദിച്ചു, ഇദ്ദേഹത്തിന് ആയുസ് എന്തെങ്കിലും നീട്ടിക്കിട്ടിയോന്ന് ചോദിച്ചു. ആയുസ് നീട്ടിക്കിട്ടിയിട്ടൊന്നുമില്ല. ആയുസ് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാനുള്ള ഭാഗ്യമാണ് ഇദ്ദേഹത്തിന് ഉണ്ടായത്. ഒരു പ്രമാണമുണ്ട്, പാപിഷ്ട യേ ദുരാചാര ദേവ ബ്രാഹ്മണ നിന്ദകാഹ അപഥ്യ ഭോജിനസ്തേഷാം അകാലേ മരണേ ധ്രുവം. ഇതൊരു പ്രമാണമാണ്. ഈ കാലത്തിൽ ആണത്ര മരിക്കേണ്ടത്. അപ്പോൾ ഈ കാലത്തിലുള്ള മരണം എന്ന് പറഞ്ഞാൽ അതെപ്പോഴാണ്? 100 തികഞ്ഞു പോണേനാണ് ഈ കാലത്തിലുള്ള മരണം എന്ന് പറയുക. ഇപ്പോൾ 100ാമത്തെ പിറന്നാൾ നാളെയാണ്, ഇന്ന് രാത്രി പോയിക്കുക. അപ്പോഴും പറയേണ്ടത് അകാലത്തിൽ പൊലിഞ്ഞുപോയ ദീപം. അകാലത്തിൽ പോയി എന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ കാല് തികഞ്ഞിട്ടില്ല. എന്നാൽ പലപ്പോഴും ഇപ്പോൾ നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഭൂരിപക്ഷം പേരും ഈ കാലത്തിലല്ല സത്യത്തിൽ പോണത്, കാലം തികയുന്നതിന് മുമ്പ് തന്നെ പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് അതിന് കാരണം എന്ന് അന്വേഷിച്ചാൽ ആ കാരണമാണ് ഇവിടെ പറയുന്നത്. എന്താ ഈ കാരണം? ഒന്നുകിൽ അപഥ്യമായിട്ടുള്ള എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും, കഴിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. ഇനി അതല്ലെങ്കിൽ പാപചിന്തകളോട് കൂടിയിട്ട് ജീവിച്ചിട്ടുണ്ടാവും, ഏതെങ്കിലും മഹാപാപങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാവും, വന്ദിക്കേണ്ടവരെ നിന്ദിച്ചിട്ടുണ്ടാവും. ഇതിനെല്ലാം കൂടി ഒറ്റ ശിക്ഷ മാത്രമാണ് ഭഗവാൻ വിധിക്കുന്നത്, അത് അകാലത്തിലുള്ള മരണമാണെന്നാണ്. അപ്പോൾ ഈ കാലത്തിൽ വേണം പോവാൻ. ഭഗവാനോട് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം, ഒന്നേ പ്രാർത്ഥിക്കാവൂ. ഇനി ആരും പോയിട്ട് ആ ഗുരുവായൂരപ്പനോട് പറയരുത്, എൻ്റെ വേഗം അങ്ങോട്ട് എടുക്കണേ, വേഗം അങ്ങോട്ട് കൊണ്ടുപോകണേ എന്നും പറയരുത്. എന്തേ പറയാവൂ? എന്നെ കൊണ്ടുപോകരുത് ഭഗവാനെ, ഇവിടെ തന്നെ ഇരുത്തണേ ഭഗവാനെ, ഇവിടെ തന്നെ ഇരുത്തണേ ഭഗവാനെ. ഇനി ഇരുത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങേക്ക് തോന്നുകയാണെങ്കിൽ കിടത്തിക്കൂടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഏതായാലും ആ 100 കഴിഞ്ഞിട്ട് തന്നെ ഇവിടുന്ന് പോകാവൂ. ഈ മഹത്തുക്കളെയൊക്കെ നമസ്കരിച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് അക്ഷതട്ടിട്ട് അവരനുഗ്രഹിക്കുമ്പോൾ ചെല്ലുന്ന ഒരു വേദമന്ത്രമുണ്ട്, ശതം ജീവ, ശതം ജീവ, 100 വരെ ഇരിക്കട്ടെ, 100 വരെ ഇരിക്കട്ടെ എന്നേ പറയുള്ളൂ. പക്ഷെ ആ 100 വരെ ഇരിക്കണം. ആ 100 തരണം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുമുണ്ട്. ആ 100 എന്താ? രാമായണാണെങ്കിൽ പറയേണ്ടത് ലവണജലനിധി ശതകയോജന ലവണജലം. അപ്പൊ ഏത് ഈ 100? ജനി മരണ ജലനിധി. ജനി മരണ, ജന്മം മുതൽ മരണം വരെയുള്ളതായ സമുദ്രം. ആ സമുദ്രമാണ് നമുക്കും ഇവിടെ തരണം ചെയ്യേണ്ടതായിട്ടുള്ളത്. വീണാൽ വെള്ളം കുടിക്കും. അത് വീഴരുത്, ലക്ഷ്യത്തിൽ എത്തണം. 100 ആയിക്കഴിഞ്ഞാൽ ലക്ഷ്യത്തിൽ എത്തി എന്ന് പറയാം. ഇനിയിപ്പോൾ നേരത്തെ പോയി കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ട്? ഇവിടെ ബാക്കിയുള്ളതൊക്കെ അനുഭവിക്കാൻ പിന്നെയും കണ്ടനെയാണ് വരേണ്ടത്. അപ്പോൾ ആ ഒരു അവസ്ഥ വേണ്ട. ഏതായാലും അതീവ ശ്രദ്ധയോടുകൂടിയിട്ട് ശ്രീമദ് ഭാഗവതം കേൾക്കുന്ന നിങ്ങളെല്ലാവരും 100 വരെ ഇവിടെ തന്നെ ഉണ്ടാവട്ടെ. അതിപ്പോൾ എങ്ങനെയായാലും വേണ്ടില്ല, 100 വരെ ഇവിടെ തന്നെ ഉണ്ടാവട്ടെ എന്ന്. ബാക്കിയൊക്കെ അവരവരുടെ പ്രാരബ്ധമാണ്. അപ്പോൾ 100 വരെ ഇവിടെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് മഹാദേവരോട് പ്രാർത്ഥിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇനിയും ഷഷ്ഠസ്കന്ധത്തില് തുടർന്നുള്ള കഥകൾ, ദക്ഷന്റെ കഥ, വൃത്രന്റെ കഥ, ചിത്രകേതുവിന്റെ കഥയൊക്കെ കേൾക്കാണ്ട് ആ ഭാഗം ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കേൾക്കാം. ഇപ്പോൾ ഭാഗവത പാരായണാണ്. അതീവ ശ്രദ്ധയോടുകൂടി ഇത്രയും നേരം ഭാഗവതം ശ്രവിച്ചുകൊണ്ടിരുന്ന പ്രിയബന്ധുക്കളെ, ഏവരുടെയും ഭഗവത് സ്വരൂപങ്ങളായ ഏവരുടെയും പാദങ്ങളിൽ മനസ്സാ നമസ്കരിക്കുകയാണ്. ഇനി ഉച്ചയ്ക്ക് 3 മുതൽ 4 മണി വരെ അടുത്ത ഭാഗം കേൾക്കാം. എല്ലാവരും തയ്യാറായിട്ട് ശ്രദ്ധയോടുകൂടിയിട്ട് ഇരിക്കുക. ഗോവിന്ദനാമ സങ്കീർത്തനം.